എല്ലാവർക്കും സ്വാഗതം. സോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവരിവൺ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഹൗ വാസ് ദ മെഡിറ്റേഷൻ? യു ഹാവ് ഡൺ ദ മെഡിറ്റേഷൻ? നല്ല രീതിയിലേക്ക് മെഡിറ്റേഷൻ ചെയ്തു, നല്ല രീതിയിലേക്ക് ഹാപ്പി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ പുതിയൊരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അല്ലെ. ഓരോ ദിവസവും നമ്മൾ എന്ത് വെച്ചാൽ ബെറ്റർ ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാവർക്കും അറിയാം, EFT റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. എന്താണ് EFT എന്നുള്ളത് കൂടുതൽ ആൾക്കാർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. കാലിക്കറ്റിൽ വരാത്ത ഒരുപാട് പേരുണ്ട്, എത്താൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കും കൂടെ എന്താണ് EFT എന്നുള്ളത് പരിചയപ്പെടുത്തുക. അതേപോലെ തന്നെ താങ്ക് യു ഫോർ ദ മെഡിറ്റേഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. സോ ഹൗ ആർ യു ഡൂയിങ്? ഷാറാണോ? ഓക്കെ ആണോ? ഓക്കെ, സോ ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ. RE എന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ SE സൂപ്പർ എക്സൈറ്റഡ് എന്നുള്ളതിന് SE എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ. സോ EFT റിലേറ്റഡ് ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പോവാണ്. സോ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി EFT അറിയുന്ന ആൾക്കാരൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളും ഒന്ന് ഷെയർ ചെയ്യട്ടോ ശരത്. ഓക്കെ, EFT അറിയുന്ന ആൾക്കാർ എന്ത് ചെയ്യുക? അപ്പൊ അറിയുന്ന ആൾക്കാർ എന്ത് ജസ്റ്റ് എന്ന് വെച്ചാല് ഒന്ന് 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 കമന്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് കമന്റ് ഡൗൺ. അപ്പോൾ എന്താണ് EFT അറിയുന്ന ആൾക്കാർ ജസ്റ്റ് എന്ത് യെസ് എന്ന് കമന്റ് ചെയ്യാം. അറിയാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് EFT എന്ന് പറയുന്ന വിഷയം കേൾക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക? ജസ്റ്റ് മീ എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ മീ. അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യുക? ജസ്റ്റ് മീ എന്ന് കമന്റ് ചെയ്യുക കേട്ടോ. സോ EFT എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു തെറാപ്പി ടൂളാണ്. അതൊരു ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്നാണ് അത് വിളിക്കുന്നത്. അതൊരു തെറാപ്പി ടൂളാണ്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്, EFT എന്ന് പറയുന്നത്. ഇത് ഗാരി ക്രെയ്ഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ്. നമ്മളുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ, അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലെ എനർജി ഫ്ലോ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസ്, അഡിക്ഷൻസ്, ഫോബിയാസ്, അതേപോലെ തന്നെ നമ്മൾ കൊണ്ടു നടക്കുന്ന ആങ്സൈറ്റി പ്രശ്നങ്ങൾ, പാനിക് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ, ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ, ക്രോണിക് ആയിട്ടുള്ള പെയിൻ, ശരീരത്തിലുണ്ടാകുന്ന അസുഖങ്ങൾ, അതേപോലെ തന്നെ അലർജീസ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് എന്ത് EFT എന്ന് പറയുന്നത്. സോ EFT നമ്മളുടെ ലൈഫിൽ നമുക്ക് ഏത് മേഖലയിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. EFTയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് നമ്മൾ EFT നമ്മളിൽ വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. EFT വർക്ക് ചെയ്യുന്നത് നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് എനർജി പോയിന്റ്സുകളുണ്ട്. ആ എനർജി പോയിന്റ്സുകളിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ, അതായത് ജസ്റ്റ് വിരലുകൾ കൊണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ മാത്രം, ഇതൊരു എനർജി പോയിന്റ് ആണ്. ഈ എനർജി പോയിന്റിൽ ജസ്റ്റ് ഒന്ന് ചില ടാപ്പ്, അക്യുപ്രഷർ പോയിന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അക്യുപങ്ചർ കേട്ടിട്ടില്ലേ? അക്യുപങ്ചറിൽ നീഡില് നമ്മൾ കുത്തിവെക്കുന്നത്. ഈ അക്യുപ്രഷർ പോയിന്റ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മർമ്മങ്ങൾ എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള എനർജി പോയിന്റ്സുകളിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഒരു സ്ട്രെസ് ഉണ്ടായിട്ടുള്ള ഒരു സമയത്ത് വന്ന് ചേർന്നിട്ടുള്ള നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് രൂപപ്പെടുന്ന രീതിയിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടായിട്ടുണ്ടാകും. ആ നെഗറ്റീവ് ചാർജ് നമ്മൾ സ്ട്രെസ്ഫുൾ ആവുന്ന സാഹചര്യം, ജീവിതത്തിലുടനീളം പലതവണ നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടുണ്ട്. എന്നാൽ ഓരോ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സമയത്തും നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഈ നെഗറ്റീവ് ചാർജ് ഉണ്ട്. ആ നെഗറ്റീവ് ചാർജ് അവിടെ സ്റ്റോർ ചെയ്തത് മൂലം ഓരോ കോശങ്ങളിലുമാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. ആ ഓരോ കോശങ്ങൾ, ഓരോ പ്രത്യേക രീതിയിലുള്ള
ഇൻസിഡന്റുകൾ ഉണ്ടാകുമ്പോൾ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസം ഉണ്ടാകുമ്പോൾ, ഓരോ ഇമോഷൻസും ഓരോ സ്ഥലങ്ങളിലാണ് ശരീരത്തിൽ എന്ത് ചെയ്തിട്ടുള്ള സ്റ്റോർ ചെയ്തിട്ടുള്ളത്, ഓരോ സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഈ നമ്മളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന എന്ത് ഇമോഷൻസ്, നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിന് അത് അവിടെ കിടക്കുന്നത് കൊണ്ട്, അതിന്റെ നെഗറ്റീവ് എനർജി അവിടെ കിടക്കുന്നത് കൊണ്ട്, ആ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചാർജ് അവിടെ കിടക്കുന്നത് കൊണ്ട് അത് റിലീസ് ആവാതെ കിടക്കുമ്പോൾ അത് കൂടുതൽ കാലം കിടക്കുകയും വീണ്ടും വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വീണ്ടും അതിന് മുകളിൽ വീണ്ടും പലതരത്തിലുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, നമ്മൾ സിമിലർ ആയിട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് കടന്നു വരുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, അത് ടോക്സിൻസ് ആയിട്ട് മാറുന്നു, അതൊരു പ്രോബ്ലം ആയിട്ട് മാറുന്നു. അങ്ങനെ പ്രോബ്ലം ആയിട്ട് മാറുന്ന സംഗതികളാണ് നമുക്ക് കൺവേർഷൻ എന്ന് പറയുന്ന, സൈക്കോളജിക്കൽ കൺവേർഷൻ എന്ന് പറയുന്ന അസുഖമായി മാറും. അത് ബോഡി പെയിൻ ആയിട്ട് വരാം, അത് നമ്മൾക്ക് അസുഖങ്ങളായിട്ട് വരാം, പല രൂപത്തിൽ എന്ത് വെച്ചാൽ അത് വരും നമുക്ക് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അത് ഒരു കാരണമാണ്, ഒരു കാര്യമാണ്. അതേപോലെ നമുക്ക് വരുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ അസുഖങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇത് നമ്മളെ ബാധിക്കും. പിന്നെ ഇത് നമ്മളെ ബാധിക്കുന്നത് എങ്ങനെയാണ്, പിന്നെ ഇത് നമ്മളെ ബാധിക്കുന്നത് അസുഖങ്ങളായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാഡ് ഹാബിറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് നമ്മൾ ഇത് കാരണമാകുന്നുണ്ട്. കാരണം വിഷ്യസ് സർക്കിൾ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. വിഷ്യസ് സർക്കിൾ, അതായത് നമ്മൾ പെട്ടുപോകുന്ന ഒരു സർക്കിളിൽ നമുക്ക് ഒരു ട്രോമ ഉണ്ടായി കഴിഞ്ഞാൽ, ആ ട്രോമ അല്ലെങ്കിൽ ട്രോമ എന്ന് പറഞ്ഞാൽ വേദനാജനകമായ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ, അത് നമ്മുടെ ശരീരത്തിൽ ഈ ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടുകയും, ഇത് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു മെമ്മറി നമ്മൾ ഹീൽ ചെയ്യാതിരിക്കുമ്പോൾ, ആ മെമ്മറി അവിടെ ഉണ്ട്, സിമിലർ ആയിട്ടുള്ള ഒരു ട്രിഗർ, സിമിലർ ആയിട്ട് ആ മെമ്മറിയെ ആ മെമ്മറിയിലേക്ക് നമ്മളെ ഓർമ്മ കൊണ്ടുപോകുന്ന, ആ മെമ്മറിയിലേക്ക് വീണ്ടും നമ്മളെ എത്തിക്കുന്ന തരത്തിലുള്ള സിമിലർ ആയിട്ടുള്ള, അതിന് സാമ്യമായിട്ടുള്ള അതേ തരത്തിലുള്ള ഇൻസിഡന്റുകൾ ഉണ്ടായാൽ, ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾ ഒരു വാഹനം ഓടിക്കുന്നതിന് ആക്സിഡന്റിൽ പെട്ടു, ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, അതൊരു ട്രോമ ഉണ്ടാവും. പിന്നീട് നിങ്ങൾക്ക് വാഹനം കാണുമ്പോൾ അല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും ആ പേടി അതേപോലെ വരും. അത്ര ഇന്റൻസിറ്റി ഉണ്ടാവില്ല, പക്ഷെ അതേപോലെ പേടി വരും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ചില ആൾക്കാർക്ക് ഡ്രൈവ് ചെയ്യാൻ പിന്നെ പേടിയായിരിക്കും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരുപാട് ഭയങ്ങളുണ്ട്. ആ ഒരു ഭയം ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ വെച്ചാൽ വീണ്ടും വാഹനങ്ങൾ കാണുമ്പോൾ, തിരക്ക് കാണുമ്പോൾ, അല്ലെങ്കിൽ വലിയ റോഡുകൾ കാണുമ്പോൾ നമുക്ക് പേടി വരുന്നു, സംഗതികൾ വരുന്നു. ചില ആൾക്കാർ അതിനെ നമ്മൾ ഫോബിയ എന്ന് വിളിക്കും. പക്ഷെ ഇത് അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്താ സംഭവിക്കുക, ചിലപ്പോൾ നമ്മളെ ചില തീരുമാനങ്ങൾ എടുക്കും. ഞാൻ ഇനി വണ്ടി ഓടിക്കില്ല, അല്ലെ എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല. ഇതൊരു ബിലീഫായിട്ട് മാറും. ഓരോ ട്രോമാറ്റിക് ഇൻസിഡൻസിൽ നിന്നും പല ബിലീഫുകൾ ഉണ്ടാവുന്നുണ്ട്, വിശ്വാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്, കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും, നമ്മളുടെ ശീലങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും, നമ്മളുടെ ശീലങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഇത് മാത്രമാണോ? അടുത്ത മറ്റൊരു സൈഡ് എഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ട്രോമാറ്റിക് ഇൻസിഡൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം, നമ്മൾക്ക് ഒരുപാട് വേദനാജനകമായ ഇൻസിഡൻസുകൾ ഡെയിലി ഉണ്ടാവുന്നുണ്ട്, പല സംഗതികളിലൂടെ ഉണ്ടാവുന്നുണ്ട്, അല്ലെ? നിത്യജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക്, എല്ലാ ദിവസവും ഉണ്ടാവുന്ന ഞാൻ പറയുന്നില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ആരെങ്കിലും ഒരാൾ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളി നമ്മളോട് പെരുമാറിയ രീതിയായിരിക്കും, നമ്മുടെ മക്കൾ പെരുമാറിയ രീതിയായിരിക്കും, അല്ലെങ്കിൽ മക്കളോട് അങ്ങോട്ട് പെരുമാറിയിട്ട് നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്ന കുറ്റബോധമായിരിക്കും. വട്ടം ഇറ്റ് ഈസ്, നമ്മളൊരു വളരെ നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന പല ഇൻസിഡന്റുകളിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ നമ്മൾ ഇൻസിഡന്റിലൂടെ കടന്നു പോയി നമ്മുടെ ബോഡി എപ്പോഴും ഉള്ളത് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, ടെൻഷൻ നിറഞ്ഞിട്ടുള്ള അവസ്ഥയിലാണ്. ബോഡിയുടെ ഒരു ഓട്ടോമാറ്റിക് മെക്കാനിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരം എന്താ വെച്ചാൽ പെട്ടെന്ന് ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് നമ്മൾക്ക് ഒളിച്ചോടാനുള്ള ഒരു പ്രേരണ നമുക്ക് ഉണ്ടാക്കി തരും. നമുക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്രെയിനെ നമ്മളെ സേഫ് ആക്കിയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പൊ നമുക്ക് സേഫ്റ്റി ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ബോഡിയെ എത്തിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് സേഫ്റ്റി എപ്പോഴാണ് ഫീൽ ചെയ്യുക? നമ്മൾ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ. ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നത് എപ്പോഴാണ്? നമുക്ക് എന്തെങ്കിലും പ്ലഷറുകൾ കിട്ടുമ്പോഴാണ്, എന്തെങ്കിലും ഒരു സുഖം കിട്ടുന്ന, ഒരു രസം കിട്ടുന്ന, ഒരു എൻജോയ്മെന്റ് കിട്ടുന്ന, ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു മൊമെന്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞത്, അപ്പോൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ എപ്പോഴും അങ്ങോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. അപ്പൊ ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് സുഖം കിട്ടാനുള്ള സംഗതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആയി ഒന്നുകിൽ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ പോകും, അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ചിലർക്ക് അത് സിഗരറ്റ് വലിക്കുന്നതിലായിരിക്കും, ചിലർക്ക് അത് എന്താ വെച്ചാൽ
കിടന്നുറങ്ങുന്നതിലായിരിക്കും, ചിലർക്ക് അത് വെറുതെ ഇരിക്കുന്നതിലായിരിക്കും, ചിലർക്ക് എന്താ വെച്ചാൽ അപ്പം പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന, കംഫർട്ട് കിട്ടുന്ന സംഗതിയിലേക്ക് പോകുന്നു. ഇത് നമ്മളിൽ എന്തുണ്ടാക്കുന്നു? അഡിക്ഷൻസ് ഉണ്ടാക്കുന്നു. ചിലർക്ക് ഫുഡ് കഴിക്കുന്നതിലേക്കാണ്. എപ്പോഴാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടാന്നറിയില്ല. അപ്പൊ ചിലർക്ക് ഇത് അഡിക്ഷൻസ് ഉണ്ടാക്കുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ അഡിക്ഷൻസിന് പുറമെ ചിലർക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് അല്ലെ എന്തെങ്കിലും സിനിമകൾ കാണുക, സീരിയലുകൾ കാണുക, ഒരുപാട് നേരം വീഡിയോസ് കാണുക. ഇത് അഡിക്ഷൻസിൽ ഇതിങ്ങനെ ഇതായി സോഷ്യൽ മീഡിയ ഉപയോഗം ഒരു അഡിക്ഷനായി മാറി. അതേപോലെ എന്താ വെച്ചാൽ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോവുക, അങ്ങനെ ജോലികളിൽ നിന്ന്, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന നിത്യജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, നമ്മുടെ ജോലികൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയാത്ത, എപ്പോഴും വെറുതെ ഇരിക്കാനോ ഒന്നിനും ചെയ്യാൻ കഴിയാത്ത മടിയനായിട്ടുള്ള, നീട്ടിവെക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറും. അങ്ങനെ ഒളിച്ചോടി നമ്മൾ പോകും. ഇത്തരത്തിലുള്ള ഹാബിറ്റ്സിലേക്ക് പോകും. മറ്റു ചിലർക്ക് എന്താണ് ഹാബിറ്റ്സിലേക്ക് അല്ലെങ്കിൽ അഡിക്ഷൻസിലേക്ക് പോകുന്നു, ഇങ്ങനെയുള്ള സംഗതിയിലേക്ക് പോകുന്നു, ഒളിച്ചോടുന്നു. ചിലർക്ക് നീട്ടിവെക്കുന്ന സ്വഭാവത്തിലേക്ക് പോകുന്നു, ചിലർക്ക് മടി പിടിക്കുന്ന സ്വഭാവത്തിലേക്ക് പോകുന്നു. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തന്നെ എന്താവുന്നു? നിങ്ങളുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ശരീരത്തെ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ ഫ്രീ ആക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, വളരെ പെട്ടെന്ന് ഫ്രീ ആക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മോചിതനാവാൻ കഴിഞ്ഞിരുന്നു കഴിഞ്ഞാൽ, നമ്മുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി ഫ്രീ ആവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അഡിക്ഷൻസോ അസുഖങ്ങളോ പ്രയാസങ്ങളോ സംഗതികളോ ഉണ്ടാവില്ല. നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് ശരീരത്തിന് വേദനയുണ്ടോ, അസുഖങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, അതിൽ നിന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, റീകവർ ചെയ്ത് വരാൻ പറ്റും. അതിന് സഹായിക്കുന്ന ടൂളാണെന്ത്? EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്ന ടൂൾ. ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മളെന്ന് വെച്ചാൽ 20-ാം തീയതി നടത്തുന്നത്. 10 ദിവസത്തെ ഇന്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ്ങും അത് കഴിഞ്ഞതിന് ശേഷം തെറാപ്പികളും, 30 ദിവസത്തോളം തെറാപ്പികളുമായിട്ട് ഫോളോ അപ്പ് സംഗതികളുമായിട്ട് നമ്മൾ 1 മാസത്തെ ട്രാൻസ്ഫോർമേഷൻ ജേണിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ ജോയിൻ ചെയ്തിട്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ അതെന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ട്രോമാറ്റിക് ഇൻസിഡൻസുകൾ, സംഗതികൾ നമ്മൾ എടുത്തിട്ട് ഹീല് ചെയ്യണം. അതിനുപയോഗിക്കുന്ന ടൂളാണ് EFT എന്ന് പറയുന്ന ടൂൾ. EFT എന്ന് പറയുന്ന ടൂൾ ജസ്റ്റ് സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പല രീതിയിൽ അതിനെ വിശദീകരിക്കാൻ പറ്റുമെങ്കിൽ, സിംപ്ലി നമ്മുടെ ശരീരത്തിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അക്യൂപ്രഷർ പോയിന്റ്സുകളിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ എനർജി ബ്ലോക്കിന് റിലീസ് ചെയ്യും. നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ട്രെസ്, നിങ്ങളുടെ ഹാബിറ്റ്സുകൾ വരുന്നത്, നിങ്ങളുടെ ശീലങ്ങൾ വരുന്നത്, നിങ്ങളുടെ അഡിക്ഷൻസ് വരുന്നത്, നിങ്ങളുടെ നീട്ടിവെക്കുന്ന സ്വഭാവം വരുന്നത്, നിങ്ങളുടെ മടി പിടിക്കുന്ന സ്വഭാവം വരുന്നത് ഇത്തരത്തിലുള്ള സംഗതികളിൽ നിന്നാണ്. അപ്പൊ നമ്മൾ അത് ടാപ്പ് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ ടാപ്പ് ചെയ്ത് അത് ഹീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ ആകാൻ പറ്റും. ഇമോഷണലി അതിൽ നിന്ന് ഫ്രീ ആകാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇമോഷണലി ഫ്രീ അല്ല. ഇമോഷണലി ഫ്രീ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ കാമാണ്, നിങ്ങൾ നോർമൽ സ്റ്റേറ്റിലാണ്. ഈ ഒരു EFT ടൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുമ്പോൾ രക്ഷപ്പെടാൻ പറ്റും. ജസ്റ്റ് ടാപ്പ് ചെയ്യുക, ഹീൽ ചെയ്യുക. നമ്മൾ എന്താ വെച്ചാൽ 1 മിനിറ്റ്, 2 മിനിറ്റ്, 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെയിലി ടാപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് 1 മിനിറ്റ്, 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഡെയിലി വർക്കിലേക്ക് ആക്റ്റീവായിട്ട് ഓക്കെ ആയിട്ട് പോകാൻ പറ്റും. ഇതൊരു ടൂൾ, അതൊരു ഹെൽപ്പിംഗ് ടൂൾ. അത് ഭയങ്കര പവർഫുൾ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മറ്റുള്ള മെഡിറ്റേഷൻസ് മാതിരി സംഗതികൾ പോലെ അല്ല. പെട്ടെന്ന് റിസൾട്ട് കിട്ടും, ക്വിക്ക് റിസൾട്ട് കിട്ടും, ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ടാണ്, വളരെ പെട്ടെന്ന് റിസൾട്ടാണ്, ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡെയിലി ലൈഫിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ അഡിക്ഷൻസ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടോ, നിങ്ങൾ ആ ഒരു സംഗതി എടുത്തിട്ട് എന്താ വെച്ചാൽ ടാപ്പ് ചെയ്യാം. ആ ഒരു അഡിക്ഷൻസിന്റെ ഫീലിങ്സ് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൽ പറയേണ്ട കുറച്ച് കമാൻഡ്സുകൾ ഉണ്ട്. ആ സംഗതികൾ പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, അഡിക്ഷൻസിനോടുള്ള ക്രേവിങ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഓരോ ടൈമിൽ ക്രേവിങ്സ് വരുന്ന സമയത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്യാം. പിന്നെ ആ ഫീലിംഗ് ഉണ്ടാവില്ല, അത് കട്ടായി പോകും. ആ ഇമോഷൻസും ആ ഫീലിംഗ്സും കട്ടായി പോകും. ബിക്കോസ് യു ആർ ലെറ്റിംഗ് ഗോ ഓഫ് ദാറ്റ് ഫീലിംഗ്. ആ ഫീലിംഗ് നിങ്ങൾക്ക് ലെറ്റിംഗ് ഗോ ചെയ്യാൻ പറ്റും, വിട്ടുകളയാൻ പറ്റും. അടുത്ത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു നമ്മുടെ അധികം ആൾക്കാരുടെ ഒരു പ്രോബ്ലം ആണെന്ന് വെച്ചാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഹാബിറ്റ്സുകൾ കട്ട് ചെയ്യും. ശീലങ്ങൾ വരുന്നത് എവിടെ നിന്നാണ്? ദുശീലങ്ങളും സംഗതികളും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് ഇവിടെ നിന്നാണ്.
അത് നമ്മുടെ ട്രോമാറ്റിക് ഇൻസിഡൻസിൽ നിന്ന് റിപ്പീറ്റഡ് ആയി സംഭവിച്ചു പോയി നമ്മളുടെ ഉള്ളിൽ ഒരു ബിലീഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇനി എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബിലീഫിനെ പൊട്ടിക്കണം. ഈ ബിലീഫിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് EFTയിലെ മറ്റൊരു പവർ എന്ന് പറയുന്നത് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫുകൾ റീപ്രോഗ്രാം ചെയ്യാനുള്ള പവർ ഉണ്ട്. റീപ്രോഗ്രാം ചെയ്യാൻ നമ്മുടെ കംപ്ലീറ്റ്ലി നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഇമേജ് റീപ്രോഗ്രാം ചെയ്യാനുള്ള കഴിവുണ്ട്. സെൽഫ് ഇമേജ് റീപ്രോഗ്രാം ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ മൈൻഡ് റീപ്രോഗ്രാമിംഗ്, മൈൻഡ് പവർ ട്രെയിനിങ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ടുള്ള മൈൻഡ് പവർ ട്രെയിനിങ്ങോ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 90 ദിവസത്തെ മിനിമം വർക്കാണ് പറയുന്നത്. 90 ദിവസം മിനിമം നമ്മൾ എന്താ വെച്ചാൽ വർക്ക് ചെയ്താൽ മാത്രമാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുക. പക്ഷെ അങ്ങനെയല്ല. EFTയിൽ വെച്ചാൽ ഒറ്റ തെറാപ്പി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. 40 മിനിറ്റ്സിന്റെ ഒറ്റ തെറാപ്പി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. സോ ദർ ആർ പവർഫുൾ ടൂൾസ് ആൻഡ് ടെക്നിക്സ് അലോങ് വിത്ത് EFT. EFTയുടെ കൂടെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നിക്സുകളുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള മൊഡാലിറ്റീസ് ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സുകളുണ്ട്. അതിലൊരു ടെക്നിക്കാണെന്ന് വെച്ചാൽ ടിയർ ട്രോമ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക്, ടിയർലെസ് ട്രോമ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക്. ഒരു ടെക്നിക്കാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ മൂവി ടെക്നിക്ക് എന്ന് പറയുന്ന ടെക്നിക്ക്. അതേപോലെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള മൊഡാലിറ്റീസ് ഉണ്ട്. അതേപോലെ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്, മെട്രിക്സ് റീ ഇംപ്രിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ടെക്നിക്ക്. സോ ദർ ആർ ഡിഫറെന്റ് മെത്തേഡ്സ്. ആ ഓരോ മെത്തേഡുകളും മൊഡാലിറ്റികളും ഉപയോഗിച്ചിട്ട് അഡിക്ഷൻസിന് പ്രത്യേക രീതിയിലാണ് ടാപ്പ് ചെയ്യേണ്ടത്. നമ്മളുടെ ശരീരത്തിലുള്ള പെയിനുകൾക്കും സംഗതികൾക്കും പ്രത്യേക രൂപത്തിലാണ് ടാപ്പ് ചെയ്യേണ്ടത്. നമ്മളുടെ മൂഡ് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രോമ, ഇന്നർ ചൈൽഡ് ട്രോമാസ്, ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ട്രോമകൾ ഉണ്ടാവും, പെയിൻഫുൾ ആയിട്ടുള്ള സംഗതികൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഓർത്തെടുത്ത് ചേസിങ് ദ പെയിൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. നമുക്ക് ഓർമ്മകളില്ലാത്ത പല സംഗതികളെയും നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഓർമ്മകളിലേക്ക് നമ്മൾ പെട്ടെന്ന് പോയി അത് നമ്മളുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് എന്തെങ്കിലും സർഫേസ് ചെയ്ത് വരുന്ന, എന്നിട്ട് അതെടുത്തിട്ട് ഹീൽ ചെയ്യുന്ന മെത്തേഡുകളുണ്ട്. സോ ദർ ആർ മെനി മെത്തേഡ്സ്. ദ തിങ് ഈസ് അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം എന്നുള്ളത്. 20-ാം തീയതി വരുന്ന കോഴ്സിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്നിക്ക് കംപ്ലീറ്റ്ലി പഠിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനും കൺട്രോൾ ചെയ്യാനും കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ ഇത്രയും അവയർനെസ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഗോൾസ് സെറ്റ്, ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഗോൾസ് അച്ചീവ് ചെയ്യാൻ നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ? ഗോൾസിൽ നമ്മുടെ ഫോക്കസ് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു EFT ടെക്നിക്കിന്റെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മളുടെ മെമ്മറി പവർ കൂട്ടാൻ ഇത് സഹായിക്കും. നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ മെമ്മറി പവർ ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാതാവുന്നത് എന്താണ്? ഒക്കെ എനർജി ബ്ലോക്കുകളാണ്. ഇമോഷണലി നമ്മൾ ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ, അതായത് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ ബ്ലോക്കുകൾ വന്ന് പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലാണ്ട്, ബ്ലോക്കുകൾ വന്ന് പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഹീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബ്ലോക്ക് അവിടെ കിടക്കണം. എനർജി ഫ്ലോ ആണ് നമുക്ക് എന്ത് ചെയ്യുന്ന പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ശരീരത്തിൽ ഒഴുകുന്നത് പോലെ തന്നെ നമ്മുടെ എനർജിയും നമ്മുടെ ശരീരത്തിൽ ഒഴുകും. നമ്മൾ ആരാണ് ആക്ച്വലി? നമ്മൾ എന്താണ്? ഡീപ് ഡൗൺ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എനർജിയാണ്. നമ്മുടെ ശരീരം മുഴുവൻ എനർജിയാണ്. ആ എനർജി പ്രത്യേകം, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ കേട്ടിട്ടില്ലേ? അതാണ് EFTയുടെ മറ്റൊരു പ്രത്യേകത. ലോ ഓഫ് അട്രാക്ഷൻ ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ ഏറ്റവും നല്ല ടൂളാണ് EFT. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ EFT മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളെ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അവയർനെസ് ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയും എനർജി നല്ല രീതിയിലേക്ക് വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ആ ഫീൽ ഗുഡ് ഫാക്ടർ എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണെന്ന് വെച്ചാൽ ഫീൽ ഗുഡ്, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക. മൈൻഡ് പവർ ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സ്ട്രഗ്ലിംഗ് സംഗതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള മെത്തേഡുകൾ ഉണ്ടെങ്കിൽ പോലും അത് പെട്ടെന്ന് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല നമ്മൾ വിചാരിച്ചതുപോലെ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് നമുക്ക് സിംപ്ലി ജസ്റ്റ് ടാപ്പ് ചെയ്താൽ തന്നെ നിങ്ങളുടെ എനർജി ഫ്ലോ ചേഞ്ച് ആവും. നിങ്ങൾക്കൊരു ചിന്ത കയറി വന്നു, നിങ്ങൾ ടെൻഷൻ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ചിന്ത വന്നതിനെ കുറിച്ച് ചിന്തിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് നിങ്ങൾ എടുക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, കോഴ്സിലേക്ക് വരുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ ജസ്റ്റ് ഓഫർ ഉണ്ട്. അതായത് 10,000 rupees ആണ് അതിന്റെ കോഴ്സ് ഫീ വരുന്നത്. പക്ഷെ ഇന്ന് 15-ാം തീയതിയാണ്. ഇന്ന് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8,000 rupees പ്രോഗ്രാം അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ എന്തായാലും സീറ്റ് എന്ത് ചെയ്യണം, ഇന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി കോൾ ചെയ്യുക, അന്വേഷിക്കുക, ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഗോളുകൾ സെറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? ഇതാണ് ചോദിച്ചത്. EFT എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും? ഗോളുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് EFT അപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മുടെ ഗോളുകൾക്ക് നമ്മളുടെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് നമ്മുടെ ഫോക്കസ് ഗോളുകളിൽ വെക്കാൻ കഴിയുന്നില്ല ഒരു കാര്യം.
നമ്മളുടെ ഗോളുകളെ കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. അതില്ലാത്തതാണ്. എന്തുകൊണ്ടാണ് ചിന്തകളില്ലാത്തതിന്റെ കാരണം? ചിന്തകളില്ലാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും നമ്മുടെ മൈൻഡ് ഫോഗിയാണ്, അല്ലെങ്കിൽ വ്യക്തതയില്ല, പല കാര്യങ്ങളിലേക്കും പോകുന്നു. ഈ പല കാര്യങ്ങളിലേക്കും പോകുന്നത് എന്തുകൊണ്ടാണ്? മൈൻഡിൽ നമ്മൾ ഹാപ്പി അല്ലാത്തത് കൊണ്ടും നമ്മൾ ഓക്കെ അല്ലാത്തത് കൊണ്ടും നമ്മൾ സ്ട്രെസ്ഡ് ആയതുകൊണ്ടും നമ്മുടെ ശരീരത്തിൽ നമുക്ക് എന്ത് ചെയ്യാണ്, ബോഡി പ്ലഷറിന് വേണ്ടിയിട്ട്, പെട്ടെന്ന് കിട്ടുന്ന രസങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഗോളുകൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം താൽക്കാലിക രസങ്ങൾ കിട്ടുന്ന, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യാണ് ശരീരം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യുന്നു, പോകുന്നു. അതിലേക്ക് ശ്രദ്ധ മാറുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നു. സ്ട്രെസ്സിൽ നിന്ന് നമ്മൾ ഒളിച്ചുവിടാൻ വേണ്ടിയിട്ട് നമ്മൾ സംഗതികളിലേക്ക്, ഗോളിലേക്ക് പോകുന്നതിന് പകരം. ഒരു കാര്യം അതാണ്, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് വെച്ചാൽ നമ്മളെ ഗോളുകളിൽ നിന്ന് അകറ്റി നിർത്തുന്നു, നമ്മുടെ സ്ട്രെസ്സിലായതുകൊണ്ട്. അപ്പൊ അത് സ്ട്രെസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ അതിലേക്ക് നമുക്ക് പോകണ്ട. നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് പോകാം. നമുക്ക് ഇത് മതി, ഇത്ര മതി, ഇങ്ങനെ മതി, ദാറ്റ്സ് എനഫ്. പതിയെ പതിയെ ഞാൻ ഗോളിലേക്ക് എത്തും. അടുത്തത് എന്താണ്? ഗോളിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾക്ക് ഫോക്കസ് കിട്ടാത്ത പ്രശ്നം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നർ കോൺഫ്ലിക്ട്സ് ആണ്. അതായത് ഇന്നർ കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. ഉള്ളിൽ നമ്മൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്നാൽ അതേ ഉള്ളിൽ തന്നെ നമ്മളുടെ ഉള്ളിൽ മറ്റൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആഗ്രഹമുണ്ട്, ഗോളുകളുണ്ട്, പക്ഷെ ആ ഗോളുകളിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നത് നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള സെൽഫ് ഇമേജും ബിലീഫുകളും. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിൽ എന്താണുള്ളത്? ആ ബിലീഫ് സിസ്റ്റത്തിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച്, ഞാൻ കഴിവില്ലാത്തവനാണ്, അല്ലെങ്കിൽ എനിക്ക് അറിവില്ല, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, എനിക്ക് മെമ്മറി ഇല്ല, അല്ലെങ്കിൽ ഞാൻ നീട്ടിവെക്കുന്ന സ്വഭാവമുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ മടിയനാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരുപാട് നെഗറ്റീവായ, അതായത് ഗോളുകളിലേക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനോട് മാച്ച് ആവുന്ന ഒരു എനർജി വേണം, അതിനോട് മാച്ച് ആവുന്ന ബിലീഫുകൾ വേണം, അതിനോട് മാച്ച് ആകുന്ന കാഴ്ചപ്പാടുകൾ വേണം, അതിനോട് മാച്ച് ആവുന്ന കഴിവുകൾ പുറത്തേക്ക് വരണം. ഈ കഴിവുകളെല്ലാം പുറത്തേക്ക് വരുന്നതിന് നമ്മളെ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന്, പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് ഉണ്ടായിട്ടുള്ള നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള ചില ബിലീഫുകളും ഡിസിഷൻസും തീരുമാനങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെയാണ്. ആ കാഴ്ചപ്പാടുകൾ അവിടെ ഉള്ളിലുണ്ട്. പണം വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പണം തിന്മയിലേക്ക് നയിക്കുന്നു എന്നുള്ള വിശ്വാസമാണ് ഉള്ളിലുള്ളതെങ്കിൽ അത് രണ്ടും കോൺഫ്ലിക്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ അത് എതിർക്കുന്നതാണ്. പണം നമ്മളിലേക്ക് വരണം എന്നുണ്ടെങ്കിലും, പണത്തിന്റെ ആ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പണത്തെക്കുറിച്ച് നമുക്ക് നല്ല കാഴ്ചപ്പാടുണ്ടാവണം, നല്ല വിശ്വാസങ്ങൾ ഉണ്ടാവണം, നല്ല സംഗതികൾ ഉണ്ടാവണം. പെയിൻഫുൾ ആയിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് പണത്തെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ള എക്സ്പീരിയൻസോ അതുമായി ബന്ധപ്പെട്ട ഒരു മോശം ബിലീഫോ ആണ് നമുക്കുള്ളത് എങ്കിൽ അത് രണ്ടും മാച്ചിങ് അല്ല. അപ്പൊ ഈ ഒരു മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യണം. EFT മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൂളാണ്. നമ്മുടെ ഇന്നർ കോൺഫ്ലിക്ട്സുകളെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇമോഷണൽ പെയിൻ, ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഒരു തവണ ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഇമോഷണൽ ബ്ലോക്ക് വരും. ആ ഇമോഷണൽ ബ്ലോക്ക് എന്താ വെച്ചാൽ ഇനി ഞാൻ ബിസിനസ് ചെയ്യില്ല, എനിക്ക് പേടിയാണ്, ഒരു പേടി കയറും. ഇനിയും എനിക്ക് എന്താ വെച്ചാൽ ആ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകാം, അല്ലേ? ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടു കഴിഞ്ഞാലും ഭയപ്പെടും എന്ന് പറയുന്നത് പോലെ നമുക്ക് പിന്നെ ബിസിനസ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ പേടിയുണ്ടാവും. പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ പേടിയുണ്ടാവും. കാരണം പാർട്ണർഷിപ്പിൽ ചിലപ്പോൾ പണി കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ വെച്ചാൽ പേടിയുണ്ടാവും, റിസ്ക് എടുക്കാൻ പേടിയുണ്ടാവും. സോ ആ പേടി, എത്തരത്തിലുള്ള പേടികൾ നമ്മുടെ സക്സസിലേക്ക് എന്താ വെച്ചാൽ ഗോളിലേക്ക് വലിയ തടസ്സമായി നിൽക്കുന്നുണ്ടാവും. ആ പേടികളെ എടുത്തിട്ട് ടാപ്പ് ചെയ്ത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പേടി അടിവേരോട് കൂടിയിട്ട്, അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ലാത്ത രൂപത്തിലേക്ക്, നിങ്ങൾക്ക് ആ പേടി ഒരിക്കലും വരാത്ത രൂപത്തിലേക്ക് നിങ്ങൾ ഫ്രീ ആകും. ഫ്രീ ആവുന്നതോട് കൂടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യാം, അതിൽ നിന്ന് റൂട്ട് കോസിൽ നിങ്ങൾ ക്ലിയർ ചെയ്തതോട് കൂടിയിട്ട് നിങ്ങളുടെ ലിമിറ്റ് ബിലീഫുകൾ ക്ലിയർ ആവും. അത് റീപ്രോഗ്രാം ചെയ്യപ്പെടും. അതേപോലെ തന്നെ റൈറ്റ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് ദ പവർ ഓഫ് EFT. ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സോ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. സോ ഗോളുകൾ അച്ചീവ് ചെയ്യുക ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റും. വേറെ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് അസുഖങ്ങളുണ്ട്, അസുഖങ്ങൾ കൊണ്ട് കാലങ്ങളായിട്ട് ബുദ്ധിമുട്ടാണ് നിങ്ങൾ എങ്കിൽ, അസുഖങ്ങൾ ഒരുപാട്, അതായത് ചിലപ്പോൾ മൈഗ്രെയിൻ പ്രശ്നമുണ്ട്, അലർജി പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എന്താ വെച്ചാൽ മറ്റുള്ള സംഗതികളുമായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് എന്താ വെച്ചാൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് 20 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ക്ലിയർ ആവും. നിങ്ങൾക്ക് അസിഡിറ്റി പ്രശ്നമുണ്ടോ, ഗ്യാസിന്റെ പ്രശ്നമുണ്ടോ, ബവൽ സിൻഡ്രോം ഉണ്ടോ, അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ടോയ്ലറ്റ് പോകുന്ന സംഗതി, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഇറങ്ങാൻ നേരത്തെ ടോയ്ലറ്റ് പോകുന്ന സംഗതി, എന്തെങ്കിലും സ്ട്രെസ്സോ സംഗതികൾ വരുമ്പോഴേക്കും ബോഡിയിൽ നിന്ന് വെച്ചാൽ സെക്രീഷൻ സംഭവിക്കണം. കാരണം നിങ്ങളുടെ ബോഡിക്ക് സേഫ്റ്റി ഫീൽ ചെയ്യുന്ന സംഗതികളാണ് അത്. കാരണം അതിനു മുൻപ് അത് ചെയ്യുമ്പോൾ ഒരു റിലീസാണ്, ഒരു സമാധാനമാണ്.
ഭക്ഷണം ഈ പറഞ്ഞിരിക്കുന്ന ശരീരത്തിൽ ഈ നേരത്തെ പറഞ്ഞ അസിഡിറ്റി പ്രശ്നം, ഗ്യാസിന്റെ പ്രശ്നം 20 വർഷത്തോളമായിട്ട് അസിഡിറ്റി പ്രശ്നം ഉണ്ടായിരുന്ന ഒരാളാണ്. അത് ടാപ്പ് ചെയ്തിട്ട് എന്താ വെച്ചാൽ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്താണ്. നിങ്ങൾക്ക് ബ്രേക്കപ്പിൽ പ്രശ്നമുണ്ടോ? ബ്രേക്കപ്പ് ആയിട്ടുണ്ടോ? നിങ്ങൾ വല്ലാണ്ട് ഒരു എന്താ പറയുക റിലേഷൻഷിപ്പിൽ ഇഷ്യൂസിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് റീകവർ ആവാൻ EFT പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. കാരണം ലെറ്റ് ഗോ ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, പ്രോസസ് ഉണ്ട് ഹീലിംഗിലും. നമുക്ക് നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ പെയിനും വേദനകളും സങ്കടങ്ങളും മുഴുവൻ നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഗ്രാം ചെയ്ത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിൽ അതുണ്ടാക്കിയിട്ടുള്ള നെഗറ്റീവ് ചാർജും അതുണ്ടാക്കിയിട്ടുള്ള സ്റ്റോർ ചെയ്തിട്ടുള്ള എല്ലാ മെമ്മറീസും സംഗതികളും കംപ്ലീറ്റ്ലി തുടച്ചു നീക്കി ക്ലിയർ ചെയ്ത് കളയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ മെമ്മറി നമുക്കുണ്ടാവും. EFTയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് ദിസ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മുടെ മെമ്മറി ഇതാണ്. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഉണ്ടായെന്ന് വെച്ചോളൂ. ഒരാളുമായിട്ട് വഴക്ക് കൂടി ആകെ ബ്രേക്കപ്പ് ആയി, പ്രശ്നമായി, എന്തായാലും ബ്രേക്കപ്പ് ആയി. പക്ഷെ അതിന്റെ പെയിന് പോകുന്നില്ല. ലവ് ഫെയിലിയർ സംഭവിച്ചു, പെയിന് പോകുന്നില്ല. തേപ്പ് കിട്ടിയെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പൊ അങ്ങനെ സംഭവിച്ചു. അതൊരു മെമ്മറിയാണ്. ഓക്കെ, ആളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള മൊത്തം കാര്യങ്ങളുടെ മെമ്മറി ഇതാണ്. പക്ഷെ അതിന്റെ ഇമോഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. മെമ്മറി ഇത്രയേ ഉള്ളൂ, പക്ഷെ ഇമോഷൻ എന്ന് പറയുന്നത് ഇത്രയുണ്ട്, അത്രയ്ക്കും വലുതാണ്. കാരണം അതിന്റെ പെയിന് താങ്ങാൻ കഴിയില്ല, അത്രയ്ക്കും പെയിൻഫുൾ ആണ്. അത് അനുഭവിച്ചവർക്ക് അറിയാം. ഞാനത് അനുഭവിച്ചതാണ്. എന്റെ ലൈഫിൽ എന്താ വെച്ചാൽ ഇതേപോലെ എന്താ വെച്ചാൽ എനിക്ക് ഒരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ഫീൽ ചെയ്തിട്ട് അത് ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ അതിൽ നിന്ന് തിരിച്ചു വരാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അത് വർഷങ്ങളോളം എടുത്തു അതിൽ നിന്ന് റിക്കവർ ആയിട്ട് വരാൻ, അതിന്റെ പെയിനിൽ നിന്ന് റിക്കവർ ആയിട്ട് വരാൻ. അതിലോട്ട് അത്രയ്ക്കും അറ്റാച്ച്ഡ് ആയിരുന്നു, അഡിക്റ്റഡ് ആയിരുന്നു. സംഗതി എന്താ വെച്ചാൽ ആ അറ്റാച്ച്മെന്റ് ആണ്, ആ പെയിൻ ആണ്, ആ അഡിക്ഷൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സംഗതിയിൽ എന്താ വെച്ചാൽ നമുക്ക് ഈ EFT നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ മെമ്മറിയോട് ചേർന്നിട്ട് നമുക്ക് ഇമോഷൻ ഉണ്ട്. നമ്മൾ EFT നമ്മൾ ടാപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ മെമ്മറി എന്താകും? മെമ്മറിയിൽ നിന്ന് ഈ ഇമോഷൻസ് അങ്ങ് സെപ്പറേറ്റഡ് ആവും. സെപ്പറേറ്റഡ് ആകുമ്പോൾ മെമ്മറി മാത്രം ബാക്കിയാവും. ഓർമ്മകൾ ഉണ്ടാവും, പക്ഷെ നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവും. ആ ഫീലിങ്സ് എല്ലാം പോകും, ആ ഇമോഷൻസ് എല്ലാം പോകും, ആ പെയിൻ എല്ലാം പോകും, ആ വേദനകളെല്ലാം പോകും. അപ്പോൾ നമ്മൾ ഫ്രീ ആവും. ഫ്രീ ആവുമ്പോൾ നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം എടുത്ത് അനുഭവിച്ച് പിന്നെ കുറെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് ഇതിങ്ങനെയാണ്, ഇനിയിപ്പോ ഇനി ഒന്നും ഇല്ല എന്നുള്ളത് മെമ്മറികളൊക്കെ മറന്നുപോയി. അങ്ങനെയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. എന്നാൽ EFTയിലൂടെ നമ്മൾ എന്താ വെച്ചാൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ടാപ്പ് ചെയ്ത് ഹീൽ ചെയ്യുന്നതോട് കൂടിയിട്ട് അതിൽ നിന്ന് ഫുള്ളി റീകവർ ആയിട്ട് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യാൻ തിരിച്ചു വരാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് ദ പവർ ഓഫ് EFT. യു ക്യാൻ ഹീൽ യുവർ സെൽഫ് കംപ്ലീറ്റ്ലി. ആ മെമ്മറികളിൽ നിന്ന്, നിങ്ങൾ ഇമോഷൻസിൽ നിന്ന് നിങ്ങൾ എന്താ വെച്ചാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വരാൻ പറ്റും. എൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ എന്താ വെച്ചാൽ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടുപോയിട്ട് ആ റിലേഷൻഷിപ്പിലേക്ക് ഭയങ്കരമായിട്ട് ഇൻവോൾവ്ഡ് ആയി, ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി. അത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടായിട്ടെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ആളെൻ്റെ അടുത്ത് വന്നിട്ട് സങ്കടങ്ങൾ പറഞ്ഞു, പ്രയാസങ്ങൾ പറഞ്ഞു. ഞാൻ വറീഡ് ആവണ്ട, നമ്മളടുത്തൊരു ടൂൾ ഉണ്ട്, നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഉറങ്ങാൻ പറ്റുന്നില്ല, ഒന്നിനും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മെമ്മറികളെല്ലാം വന്നിട്ട് എന്നെ ചീറ്റ് ചെയ്തു, ആളെന്നെ ചീറ്റ് ചെയ്തു, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സംഗതികൾ പറഞ്ഞപ്പോൾ ജസ്റ്റ് എന്താ വെച്ചാൽ ടാപ്പ് ചെയ്തു. ആ മെമ്മറി എടുത്തിട്ട് ടാപ്പ് ചെയ്തു. ഒറ്റ ദിവസത്തെ ടാപ്പിംഗ്, 2-3 റൗണ്ട് ചെയ്തു. പക്ഷെ ഒറ്റ ദിവസത്തെ ടാപ്പിങ്ങോട് കൂടിയിട്ട് എന്താ വെച്ചാൽ ആൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയി. ഞങ്ങൾ 2 മണിക്കൂർ ഇരുന്നിട്ടുണ്ടാവും. ആൾ ഫ്രീ ആയിട്ട് പറഞ്ഞു. അതായത് എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിൽ നിന്ന് അതങ്ങോട്ട് കട്ടായി, അതിന്റെ ഇമോഷൻസ് അങ്ങോട്ട് കട്ടായി പോയിട്ട് നമുക്കത് ആ മെമ്മറി എവിടെ ഉണ്ടാവും, പക്ഷെ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. നമുക്കൊന്നും ഫീൽ ചെയ്യാത്തൊരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എന്താ വെച്ചാൽ എത്താൻ പറ്റും. അങ്ങനെ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണെന്ന് വെച്ചാൽ ഫ്രീ ആകുന്നത്. സോ യു കൻ ഇമ്മീഡിയറ്റ്ലി ഫ്രീ ഫ്രം എനി പെയിൻ. അതേപോലെ തന്നെയാണെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ട്, നിങ്ങളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ അനുസരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ എന്നെ ഇന്നലെ ഒരു ക്ലയന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി വിളിച്ചതാണ്, വളരെ പെയിനിലാണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. എന്നെ വിളിച്ച ഉടനെ തന്നെ കരഞ്ഞുപോയി. അപ്പോ പെയിനിലാണ്, സങ്കടത്തിലാണ്, വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. ആൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആളുടെ പേരോ മറ്റുള്ള വിവരങ്ങളോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചുരുക്കി പറയാം, ആളെന്നെ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞു, വിഷമം പറഞ്ഞു. ആൾക്കുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ആൾക്ക് ആങ്സൈറ്റി അറ്റാച്ച്മെന്റ്. ഈ ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെറുപ്പത്തിൽ നമ്മൾ നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ചൈൽഡ്ഹുഡിൽ നല്ല പെയിൻഫുൾ ആയിട്ടുള്ള രീതിയിൽ ചെറുപ്പത്തിൽ നല്ല റിലേഷൻഷിപ്പിൽ, അതായത്
മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുള്ള റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ സംഗതികളിലോ ഒക്കെ കുറച്ച് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് എങ്കിൽ, വിഷമങ്ങൾ നേരിട്ടിട്ടുണ്ട് എങ്കിൽ, സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, വളർന്നു വന്ന സമയത്ത് നമ്മൾക്ക് ഒരുപാട് പരിഹാസങ്ങളോ കുറ്റപ്പെടുത്തലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു സ്നേഹം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എന്താ വെച്ചാൽ അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന സംഗതി ഡെവലപ്പ് ആകും, അല്ലെങ്കിൽ ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് എന്ന് പറയും. ഇന്നലെ വിളിച്ച കുട്ടിക്ക് എന്ന് വെച്ചാൽ ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് ആണ് ഇഷ്യൂ ഉണ്ടായത്. അപ്പൊ ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് ഇഷ്യൂ ഉണ്ടായത് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കോഴ്സിലേക്ക് വരിക, പ്രോഗ്രാമിലേക്ക് വരിക, എന്നിട്ട് എന്താ വെച്ചാൽ ഇത് ഹീൽ ചെയ്യണം, യു ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. അതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ അവർ അനുഭവിക്കുന്ന പ്രോബ്ലം അവരുടെ ലൈഫ് പാർട്ണറുമായിട്ട് അവർക്ക് എന്താ വെച്ചാൽ ഭയങ്കര പേടി, അല്ലെ? പൊസസീവ്നെസ് എന്ന് പറയുന്ന ഇഷ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ചിലപ്പോൾ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് പറയുന്നുണ്ടോ, നിങ്ങൾക്ക് ഭയങ്കര പൊസസീവ്നെസ് ആണ്, നിങ്ങൾക്ക് ഭയങ്കര സംശയരോഗമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ സംഗതികൾ പറയുന്നുണ്ടാവും, ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും. അതായത് എന്നോട് സംസാരിക്കുന്നില്ല, എന്നോട് സ്നേഹിക്കുന്നില്ല. കാരണം എന്താണ്? നമ്മൾ ചെറുപ്പത്തിൽ നമ്മളുടെ കുഞ്ഞുനാളുകളിൽ നമ്മളുടെ ഉള്ളിലുള്ള കുട്ടി അനുഭവിച്ചിട്ടുള്ള ആങ്സൈറ്റിയാണ്, ആ ഫിയർ ആണ്. അതായത് ഒരു ആക്സിഡന്റിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ വണ്ടി കാണുമ്പോൾ ഭയം എന്ന് പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ സ്നേഹം കിട്ടുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വീണ്ടും റിലേഷൻഷിപ്പിലേക്കോ സ്നേഹത്തിലേക്കോ വരുമ്പോൾ എന്തെങ്കിലും ചെറിയ ഇൻസിഡന്റുകളോ സംഗതികളോ കാണുമ്പോൾ തുടക്കത്തിലുള്ള ഡോപ്പമൈൻ എഫക്ട് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഫേസ് ഉണ്ട്. എല്ലാ റിലേഷൻഷിപ്പിനും 4 ഫേസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്, റിലേഷൻഷിപ്പിലെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഹണിമൂൺ ഫേസ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സെക്കൻഡ് ഫേസ് ഉണ്ട്. ആ ഫേസ് ആണെന്ന് വെച്ചാൽ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫേസ്. അതും കഴിഞ്ഞ് തേർഡ് ഫേസ് ഉണ്ട്. അതും കഴിഞ്ഞ് ഫോർത്ത് ഫേസ് ഉണ്ട്. അധികം റിലേഷൻഷിപ്പ് 80% റിലേഷൻഷിപ്പും സ്ട്രഗിൾ ചെയ്യുന്നത് ആകെ എത്തുന്നത് എവിടെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് ഫേസിലാണ്. ഈ സെക്കൻഡ് ഫേസിൽ നിന്നിട്ട് എന്താ വെച്ചാൽ അധിക റിലേഷൻഷിപ്പിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന നിരന്തര പ്രശ്നങ്ങളായിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് ഉണ്ട്. ആ സെക്കൻഡ് ഫേസിൽ നിന്ന് പുറത്ത് കടന്ന് തേർഡ് ഫേസിലേക്ക് എത്തണം. തേർഡ് ഫേസിൽ നിന്ന് പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഫേസ് ആയിട്ടുള്ള ഫോർത്ത് ഫേസിലേക്ക് പോകണം. ആ ഫോർത്ത് ഫേസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അധികം ആൾക്കാർക്കും സാധിക്കുന്നില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ അവരുടെ ഇമോഷൻസിൽ ഇത് പ്രോസസ് ചെയ്യാതെ കിടക്കുകയാണ്. ഏത് ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള സ്നേഹ പ്രശ്നങ്ങളാവാം, ബുദ്ധിമുട്ടുകളാവാം, വട്ടവർ ഇറ്റ് ഈസ്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ ആങ്സൈറ്റി ഇഷ്യൂ ഉണ്ട്. ഈ ആങ്സൈറ്റി ഇഷ്യൂ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പൊസസീവ്നെസ് അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, അത് നമ്മളെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്റെ ഉള്ളിൽ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്കും സ്നേഹം ഉണ്ടായത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറയുന്നത്. അല്ല, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടായത് കൊണ്ടല്ല നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. എന്നെ വിളിക്കണം, എന്നോട് സംസാരിക്കണം, അല്ലെങ്കിൽ പേടി കാര്യങ്ങൾ ഭയങ്കരമായിട്ട് പൊസസീവ്നെസ് ഫീൽ സ്നേഹമുള്ളത് കൊണ്ടല്ല. മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള കുഞ്ഞുനാളത്തെ കുട്ടി അനുഭവിക്കുന്ന സ്നേഹമില്ലായ്മ, സ്നേഹം കിട്ടിയത് പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അന്ന് അനുഭവിച്ചിട്ടുള്ള ഇൻസെക്യൂരിറ്റി പ്രൊജക്ട് ചെയ്യുകയാണ്. ആ ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് ഇപ്പോഴും പേടിയാണ്. അതായത് സ്നേഹമല്ല, നമ്മുടെ സ്വാർത്ഥതയാണ് നമ്മളത് ചെയ്യുന്നത്. സ്നേഹം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ടല്ല. നമ്മുടെ ഉള്ളിലെ പേടി, നമുക്ക് കിട്ടിയിട്ട് സ്നേഹം കിട്ടിയിട്ട് മതിയാവുന്നില്ല, നമുക്ക് നമ്മളിൽ ഒരു സെൽഫ് ലവ് ഇല്ല, നമുക്ക് നമ്മൾ ആ സ്നേഹത്തിൽ ഒരു ട്രസ്റ്റ് ഇല്ല. ആ ട്രസ്റ്റോ അല്ലെങ്കിൽ ആ സംഗതിയോ ആ സ്നേഹത്തിന്റെ ഒരു ഫുൾഫിൽമെന്റ് നമുക്ക് ഫീൽ ചെയ്യാത്തത് കൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള പ്രോബ്ലത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്? അത് ആ സ്നേഹം പിടിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടിയിട്ടല്ലേ ചോദിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെയല്ല. അവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അവരെ മനസ്സിലാക്കി, സിറ്റുവേഷൻസ് മനസ്സിലാക്കി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് സ്പേസ് കൊടുക്കാൻ ശ്രമിക്കാതെ അവരിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന സ്വഭാവമാണ്. ഇതെന്താ കാര്യം? വാട്ട് ഇസ് ദിസ്? നമ്മുടെ സ്നേഹമില്ലായ്മയാണ്, നമ്മുടെ ഉള്ളിലുള്ള പ്രോബ്ലമാണ്. അപ്പൊ ഇത് ആ ആങ്സൈറ്റി ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഹീൽ ചെയ്യാൻ നമുക്ക് EFT ഉപയോഗിക്കാൻ പറ്റും. EFT ടൂൾ ഉപയോഗിച്ചിട്ട് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന സ്വയം സെൽഫ് ലവ് വളർത്തിയെടുത്ത് അവയർനെസ് എടുത്ത് നമ്മൾ സെൽഫായിട്ട് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത്തരത്തിലുള്ള ആങ്സൈറ്റീസ് കുറഞ്ഞു. ക്ലിയർ ആണോ? അത് ചെറുപ്പത്തിൽ ചിലപ്പോൾ ഒരു മക്കൾ വളർന്ന സമയത്ത് എന്താ വെച്ചാൽ കമ്പാരിസൺ സംഭവിച്ചതായിരിക്കാം. മറ്റൊരു കുട്ടിക്ക് നിങ്ങളുടെ സഹോദരിക്കോ സഹോദരനോ കൂടുതൽ സ്നേഹം പോയതാവാം, അറ്റൻഷൻ അവർ കൂടുതൽ കൊടുത്തു എന്ന തോന്നലിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഇടയിൽ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായിരിക്കാം, നിങ്ങൾക്ക് കിട്ടേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പരിഹസിക്കപ്പെട്ടതാവാം, ഒരുപാട് കൺട്രോൾ ചെയ്യപ്പെട്ടതാവാം. ഒരുപാട് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സ്നേഹത്തിന്റെ പ്രശ്നം എന്താ? അവോയ്ഡൻസ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ശൈലിയാണ്. അതായത് പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല, ഒളിച്ചോടുക. മനസ്സിലാവുന്നുണ്ടോ? ഒളിച്ചോടുക. അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാവും. സ്നേഹം കിട്ടാതെ വളർന്ന ആളാണെന്നുണ്ടെങ്കിൽ സ്നേഹം എന്താണെന്ന് അറിയില്ല, പ്രകടിപ്പിക്കാൻ അറിയില്ല. അതിന്റെ പേരിൽ എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ ജസ്റ്റ് ഒളിച്ചു. സ്നേഹം എല്ലാവരുടെയും ഉള്ളിൽ സ്നേഹമുണ്ട്, അതരസം. മറ്റേ ആളോട് സ്നേഹമുണ്ട്, സ്നേഹം ഉള്ളിലുണ്ട്. പക്ഷെ പ്രോബ്ലം എന്താണ്? പ്രോബ്ലം അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് പ്രശ്നം.
നമ്മളുടെ ട്രോമയാണ് നമുക്ക് പ്രോബ്ലം ഉണ്ടാകുന്നത്. നമ്മളുടെ ഉള്ളിലുള്ള സ്നേഹമില്ലായ്മ, നമുക്ക് നമ്മളോട് ഫീൽ ചെയ്യാത്ത സേഫ്റ്റി ഫീലിംഗ് ഇല്ലാത്ത. അപ്പൊ ആ സേഫ്റ്റി ഫീൽ ചെയ്യാനാണ് നമ്മൾ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നത്. സേഫ്റ്റി ഫീൽ ചെയ്യാനാണ് ചില ആൾക്കാർ ഒളിച്ചോടുന്നത്. അതായത് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളായിട്ട് റിലേഷൻഷിപ്പിൽ ബന്ധത്തിൽ പെട്ട് കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ വല്ലാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വല്ലാണ്ട് നിങ്ങളെ പൊസസീവായിട്ട് എന്നെ സ്നേഹിക്കണം, എന്നെ നോക്കണം, എന്നെ പിടിക്കണം, എന്നോട് സംസാരിക്കുന്നില്ല, പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആകുമ്പോൾ മറ്റേ ആൾക്കുള്ള സംഗതി എന്തായിരിക്കും? മറ്റേ ആൾക്ക് എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇതൊരു പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്യും, ഇതൊരു സേഫ്റ്റി അല്ലായ്മ ഫീൽ ചെയ്യും. അപ്പൊ ഇയാൾ അത് എന്ത് ചെയ്യും? ഒളിച്ചോടാൻ ശ്രമിക്കും. അങ്ങനെ ഒളിച്ചോടിയാണെന്ന് വെച്ചാൽ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റിലേക്ക് അയാൾ പോകും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അറ്റാച്ച്മെന്റ് അയാൾക്ക് ഉണ്ടാവും. ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും റിലേഷൻഷിപ്പിൽ. സെക്കൻഡ് ഫേസിൽ സംഭവിക്കുന്നത് ഇതാണ്. ഇതിനെ മാറ്റിയിട്ട് എന്താ വെച്ചാൽ തേർഡ് ഫേസിലേക്ക് ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ രണ്ടും ഉണ്ടാവും. ആങ്സൈറ്റി ഉണ്ടാവും, അറ്റാച്ച്മെന്റ് അവോയ്ഡൻസ് ഉണ്ടാവും. ഇതിനാണ് പറയുക ഡിസ്ഓർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയും. മൂന്നാമത്തത് ഇടയ്ക്ക് ഭയങ്കര ആങ്സൈറ്റി, എന്നിട്ട് എന്താ വെച്ചാൽ സ്നേഹം വേണം 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 വേണം, അതിന് പിന്നാലെ ഇങ്ങനെ പോവാം. ഇടയ്ക്ക് വല്ലാണ്ട് എന്താ വെച്ചാൽ അവോയ്ഡൻസ്, ആ സ്നേഹം ഇങ്ങനെ വാങ്ങിച്ചിട്ട് പിന്നെ എന്താ വെച്ചാൽ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്നേഹം വേണ്ട, അതിൽ നിന്ന് ഒളിച്ചോടുക. സ്നേഹം വേണം, സ്നേഹം വേണ്ട, സ്നേഹം വേണം, സ്നേഹം. ഡിസ്ഓർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. ഇത് രണ്ടും എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഈ മൂന്നാമത്തെ കേസ് എന്താ വെച്ചാൽ രണ്ടും ഇങ്ങനെ ഉണ്ടാവുന്നതിന്റെ കാരണം മൂന്നാമത്തെ കേസ് വെച്ചാൽ വീട്ടിൽ നിന്ന് നന്നായിട്ട് സ്നേഹിച്ചു, അതേപോലെ നന്നായിട്ട് അടിച്ചു, നന്നായിട്ട് വഴക്ക് പറഞ്ഞു, നന്നായിട്ട് സ്നേഹിക്കുകയും ചെയ്യും, നന്നായിട്ട് അടിക്കുകയും ചെയ്യും. അതായത് സ്നേഹം കൊടുക്കുക, പിൻവലിക്കുക, സ്നേഹം കൊടുക്കുക, പിൻവലിക്കുക. ഈ പ്രോബ്ലം അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്കും എന്താ വെച്ചാൽ വലിയ പ്രശ്നമായിരിക്കും റിലേഷൻഷിപ്പ് മാനേജ് ചെയ്തുകൊണ്ട്. അപ്പൊ ഇതിനെന്താ വെച്ചാൽ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. ക്ലിയർ ആണോ പറയുന്നത്? ഇസ് ഇറ്റ് ഹെൽപ്പിംഗ്? കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ നമ്മൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ EFT മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചിട്ട് എന്താ വെച്ചാൽ നമ്മളെ ഗൈഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് ഹീൽ ചെയ്ത് കൊണ്ടുവരണം. വെരി ക്ലിയർ. സോ ദാറ്റ് ഈസ് അവർ ഇഷ്യൂ. നമ്മുടെ ഇഷ്യൂ എന്താ നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ ചെറുപ്പകാലത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ചെറുപ്പത്തിൽ എങ്ങനെ സ്നേഹം കിട്ടിയത്? ഒന്ന് കമന്റ് ചെയ്ത്. ഇതില് ആർക്കാണ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ഉള്ളത്? ഇതിൽ ആർക്കാണ് നിങ്ങൾക്ക് ഏതാ ഉള്ളത്? നിങ്ങൾക്ക് ഏതാ ഉള്ളത്? അവോയ്ഡന്റ് ആണോ എങ്കിൽ എന്ന് കമന്റ് ചെയ്യാം. ആങ്സൈറ്റി ആണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് കമന്റ് ചെയ്യുക. എക്സ്, എ ഓർ എക്സ്. ഓക്കെ. അടുത്തത് ഡിസോർഗനൈസ്ഡ്, ഡി എന്ന് കമന്റ് ചെയ്യുക. മൂന്നാമത്തത് രണ്ടും ഉള്ള ഇഷ്യൂ. നാലാമത്തത് സെക്യൂർഡ് എന്ന് പറയുന്നതാണ്. ഇതിൽ മൂന്നും അല്ല സെക്യൂർഡ് ആയിട്ട് പോയിട്ടുള്ളത്. ചെറുപ്പം മുതൽ നമ്മൾ അനുഭവിച്ചു, നമുക്കറിയില്ല. ഇതിൽ ഏതാണ് നിങ്ങളുടേത്? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും? സെക്യൂർഡ് ആണോ? ഹാഫിസ് പറയുന്നത് സെക്യൂർഡ് ആണെന്നുള്ളത് ഹീൽ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് പോകുമ്പോൾ അറിയാൻ പറ്റും. ഹാഫിസിന് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? മാരീഡ് ആണോ? മാരീഡ് ആണെന്നുണ്ടെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മാരീഡ് അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞിട്ട് പറയാം. നിത്യ സെക്യൂർഡ് ആണെന്ന് പറയുന്നു. വെരി ഗുഡ്. സെക്യൂർഡ് ആണെന്ന് പറയുന്നു. ഒരുപാട് ആൾക്കാർക്ക് സെക്യൂർഡ് ആണല്ലോ. സെക്യൂർഡ് എന്ന് പറഞ്ഞാൽ എല്ലാം പ്രോപ്പർ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരാൾ. ഓക്കെ. മാരീഡ് ആണ് ഹാഫിസ്. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓക്കെ, മാരീഡ്. ഞാൻ ആരും ചോദിക്കട്ടെ, ഹാഫിസ് നിങ്ങളുടെ ലൈഫ് പാർട്ണർ എങ്ങനെയാണ്? സെക്യൂർഡ് തന്നെയാണോ, അതോ ഡി ആണോ, അതോ ഐ ആണോ? ഈ പറഞ്ഞിരിക്കുന്ന ആങ്സൈറ്റി ആണോ ഉള്ളത്? ഓക്കെ, നൂറുദ്ദീൻ പറയുന്നു ഡി. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സെക്യൂർഡ് ആണെന്ന് പറയുന്നു അനിത. ഓക്കെ, വെരി ഗുഡ്. വേറെ ആർക്കും ഒരു പ്രശ്നമില്ലേ? അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ആർക്കും ഇല്ലേ? അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉള്ളവർ ആരും ഇല്ലേ? ഉണ്ടാകും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൊന്ന് ഒളിച്ചോടുന്ന സംഗതികൾ പൊതുവെ പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ്. ആങ്സൈറ്റി കൂടുതൽ സ്ത്രീകൾക്ക് ഉണ്ടാവുക, ആങ്സൈറ്റി അറ്റാച്ച്മെന്റ്. കാരണം അവർക്ക് എന്താ വെച്ചാൽ പ്രോപ്പർ ആയിട്ട് കിട്ടിയിരുന്നു. സോ മൈ ഹസ്ബൻഡ്. ഓക്കെ, വെരി ഗുഡ്. ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് ആണ് ജസീല റഫീഖ്. ഓക്കെ. ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ പൊസസീവ്നെസ് കൂടുതലാണെന്നുള്ള ഫീൽ. അപ്പൊ ലൈഫ് പാർട്ണർ നമ്മളുടെ ഫാമിലി നമ്മൾ കൂടുതൽ ഇത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് വരണം. ഇത് ഹീൽ ചെയ്യണമെന്ന് വെച്ചാൽ അഷ്ന പറയുന്നത് ആങ്സൈറ്റി അറ്റാച്ച്മെന്റ് ഉണ്ട്. പറയാൻ കുറച്ച് പ്രയാസമുണ്ട്, പക്ഷെ അഡ്മിറ്റ് ചെയ്യുന്നിടത്താണ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹീലിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ഇത് പറയാൻ പേടിയായിരിക്കും പബ്ലിക്കായിട്ട്. ദാറ്റ്സ് ഓക്കെ. ദാറ്റ് ഈസ് ആൾസോ അനദർ ആങ്സൈറ്റി. മറ്റൊരു ആങ്സൈറ്റിയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും? ആരെങ്കിലും ഒക്കെ വന്നിട്ട് പിടിച്ച് എന്നെ അങ്ങോട്ട് തിന്നു കളയോ, ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുവോ, ഞാൻ അങ്ങോട്ട് എന്തോ ആവുമോ, എനിക്ക് ഭയങ്കര ഇമേജ് ഉള്ളതാണ്, എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ വല്ലാത്ത ഒരു മഹാനാണ്, അപ്പൊ ഞാൻ ഇതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇല്ലാണ്ടായി പോകും. ചില ആൾക്കാർ അങ്ങനെ ആങ്സൈറ്റി ഉള്ളവരാണ്. ശ്യാമള പറയുന്നത് വെച്ചാല് ഓക്കെ, ആങ്സൈറ്റി ചിലർക്ക് ഇറ്റ്സ് നോട്ട് ഈസി. ഐ അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് ഡോണ്ട് വറി. നിങ്ങൾ പറയണമെന്നില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് എന്താ വെച്ചാല്
അത്രയും ഹീൽ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക. ഐ അണ്ടർസ്റ്റാൻഡ്. സോ രഹ്ന പറയുന്നു മാരീഡ് ആണ്, നോ പ്രോബ്ലം. ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം എനിക്കുണ്ടായിരുന്നു പൊസസീവ്നെസ്, ബട്ട് നൗ ഐ ആം ഓക്കെ. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സോ നിങ്ങളുടെ ഇഷ്യൂസ് എന്താണ്? what are the issues that you are going through? Okay, what are the issues that you are going through? അപ്പൊ അതെന്താ വെച്ചാൽ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് എന്താ വെച്ചാൽ നമുക്ക് പതിയെ കൊണ്ടുപോകും. അപ്പൊ അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ്. അപ്പൊ EFT എന്താ വെച്ചാൽ അതിനൊക്കെ പറ്റും. ഇനി EFTയുടെ സ്റ്റെപ്സ് എന്താണ് EFTയിലെ സംഗതികൾ? ജസ്റ്റ് ഒന്ന് ഒരു ഡെമോ കാണിച്ചു തരാം. നിങ്ങൾ എന്റെ കൂടെ എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യും. ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാം. ഇതുകൊണ്ട് മാത്രം എന്താ വെച്ചാൽ ഫുൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ കഴിയില്ല. ബട്ട് സ്റ്റിൽ ഐ വിൽ ഷോ യു കുറെ എനർജി പോയിന്റ്സുകൾ. ഈ എനർജി പോയിന്റ്സുകൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ചില എനർജി പോയിന്റ്സുകൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ പോയിന്റ് ഇതിനെ പറയാം കരാട്ടെ ചോപ്പ് എന്നുള്ളതാണ് പറയാ. ഇവിടെ എന്താ വെച്ചാൽ ജസ്റ്റ് ടാപ്പ് ചെയ്യും. ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ടാപ്പ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെയാണ് ഈ ഭാഗത്ത് ഹെഡിൽ ടാപ്പ് ചെയ്യും. അടുത്തത് എന്താ വെച്ചാൽ ഇവിടെയാണ്. അടുത്തത് അതായത് ഐബ്രോ പോയിന്റ് എന്ന് പറയും. അടുത്തത് സൈഡ് ഓഫ് ദ ഐസ്. അടുത്തത് ജസ്റ്റ് ഇവിടെ കണ്ണിന് താഴെ. അടുത്തത് നോസ്, അണ്ടർ ദ നോസ്. അടുത്ത അണ്ടർ ദ ലിപ്സ്. അടുത്തത് കോളർ ബോൺ, അണ്ടർ ദ കോളർ ബോൺ. ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യുക. അടുത്തത് വെച്ചാൽ അണ്ടർ ആംസ്, ഈ ഭാഗത്ത് അണ്ടർ ആംസ് ടാപ്പ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യുക. പിന്നെ ഓരോ വിരലുകളിൽ അതിന്റെ നഖത്തിന് തൊട്ടടുത്തായിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ടാപ്പ്. സോ ദിസ് ഈസ് ദ പ്രൊസീജിയർ. ഈ ഒരു പോയിന്റുകളിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മളുടെ എനർജി ഫ്ലോ ചേഞ്ച് ആകും. ഈ എനർജി ഫ്ലോ ചേഞ്ച് ആകുന്നതോടുകൂടി നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ മൊത്തം ചേഞ്ചസ് നടക്കും. നമ്മളുടെ ബോഡിയെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഫ്രീ ആക്കും. അപ്പൊ ഓരോ ഇഷ്യൂസിനും എടുത്ത് നമ്മൾ ഓരോ പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസിനും ഓരോ ട്രോമാറ്റിക് ഇവന്റ്സിലും നമുക്ക് എന്താ വെച്ചാൽ എടുത്ത് ഹീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ട്രോമ ഹീലിങ്ങിന് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ആണ്, ബെസ്റ്റ് മെത്തേഡ് ആണ്, പവർഫുൾ ആയിട്ടുള്ള ടൂൾ ആണ് എന്ത്? EFT എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാല് EFT ആ ഒരു സംഗതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ യു ഹാവ് എ ടൂൾ. പിന്നെ എന്താ വെച്ചാൽ ഒരു മാജിക് ടൂൾ നിങ്ങളുടെ കയ്യിലുള്ളത് പോലെ. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമല്ല. ജസ്റ്റ് ഇരിക്കുന്നു, ടാപ്പ് ചെയ്യുന്നു. ജസ്റ്റ് ഇരിക്കുന്നു, ടാപ്പ് ചെയ്യുന്നു. യു ക്യാൻ ചേഞ്ച് ദ ബോഡീസ് ലൈക്ക് ജസ്റ്റ് ഇരിക്കുന്നു, ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നു, ജസ്റ്റ് ഇതൊരു എക്സ്പീരിയൻഷ്യൽ ആണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇരുന്ന് ഇങ്ങനെ ചെയ്യണം. ചില ആൾക്കാർക്ക് അത് ചെയ്യാൻ കഴിയും, ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ചില ആൾക്കാർക്ക് ഭയങ്കര പ്രയാസമാണ്. പിന്നെ അത് ചെയ്താലും ഒരുപാട് ടൈം എടുക്കും. പ്രോഗ്രാമിംഗ് നടക്കണം, മനസ്സിലാവുന്നുണ്ടോ? സോ രഹന ചോദിക്കുന്നു പാസ്റ്റിനെ പറ്റി ആലോചിച്ച് വിഷമിപ്പിക്കും സംടൈംസ്, അതിനെന്താ ചെയ്യുക? പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് തീർച്ചയായിട്ടും അതിന് ഹീൽ ചെയ്യണം. നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് പാസ്റ്റിനെ കുറിച്ചുള്ള എന്ത് വിഷമമാണ്, ഏത് മെമ്മറിയാണ്, ആ മെമ്മറി എടുക്കുക. സ്പെസിഫിക് മെമ്മറി. മൂവി ടെക്നിക് എന്ന് പറയുന്ന ടെക്നിക്ക്, ആ മെമ്മറി മൂവി ടെക്നിക് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ട്, EFTയിലെ ടെക്നിക്കാണ്, ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് എന്ന് വെച്ചാൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്മറി എടുക്കുന്നു, എന്നിട്ട് അത് നെറേറ്റ് ചെയ്യുന്നു. അതിന്റെ കൂടെ നമ്മൾ ടാപ്പ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്മറി ക്ലിയർ ആയി പോകും. പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ചിന്ത വരില്ല, ദുഃഖം വരില്ല, വിഷമം വരില്ല. യു വിൽ ബി ഫൈൻ, യു വിൽ ബി ഫ്രീ ഫ്രം ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്, ടാപ്പിംഗ് ഈസ് ചാർജിങ് അവർ ബോഡി. അനിത പറയുന്നു യെസ്, ഇറ്റ് ഈസ് ലൈക്ക് നമ്മളുടെ നമുക്കൊരു എനർജി ചാർജ് ചെയ്ത് കൊണ്ടുവരുന്ന ഫീലാണ്. നമ്മുടെ ബോഡിയിൽ പെയിൻ ഉണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്. വർഷങ്ങളായിട്ട് ബാക്ക് പെയിൻ ഉണ്ടോ നിങ്ങൾക്ക്? ബാക്ക് പെയിൻ വരുന്നത് എവിടെ നിന്നാണ്? ഇതേപോലെ ചെറുപ്പത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പല പ്രയാസങ്ങളിലും സംഗതികളിലും നിന്നാണ്. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു സുഹൃത്തിന് കൈയിന് പെയിൻ ആയിരുന്നു. പെയിൻ ഉണ്ടായിരുന്നത് എങ്ങനെയാണ്? 4 വർഷമായിട്ട് അദ്ദേഹം അലോപ്പതി കാണിച്ചു, അതായത് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, ഹോമിയോപ്പതി കഴിച്ചു, ആയുർവേദം ഉപയോഗിച്ചു, ഉഴിച്ചിലിന് പോയിട്ട് ഈ കുരുക്കന്മാരുടെ അടുത്ത് പോയിട്ട് ഉഴിച്ചിലും കാര്യങ്ങളും ചെയ്തു, മസാജ് ചെയ്തു, ഒന്നും ചെയ്തിട്ട് മാറിയിട്ടില്ല. ഈ മാറാത്തൊരു സംഗതി എൻ്റെ മുൻപിൽ കഴിഞ്ഞ 2 വീക്സ് മുൻപ്, ഒരു 10 ദിവസം മുമ്പ്, 10 ഡേയ്സ് മുമ്പ് എൻ്റെ അടുത്ത് വന്നിരുന്ന് നമ്മൾ എന്താ വെച്ചാൽ 3.5-4 വർഷമായിട്ടുള്ള പെയിന്
അദ്ദേഹത്തിന് ടാപ്പ് ചെയ്തിട്ട് ഹീൽ ചെയ്ത് കൊടുത്തു. പിറ്റേ ദിവസം അതിന്റെ ഹീലിംഗിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലും കൈകളിലൊക്കെ ചെറിയ നീര് പോലെ ചെറുതായിട്ട് വന്നു. പിന്നെ അത് ഫുള്ളി റീകവറായി, ആളിപ്പോ ഓക്കെ. ആള് പറയാണ്, ഭയങ്കര പവർഫുൾ സാധനമാണ് കേട്ടോ നിന്റെ കയ്യിലുള്ളത്. ആളിപ്പോ ഫുള്ളി ഹാപ്പിയാണ്, ഫുള്ളി റിലാക്സ്. ആള് പറഞ്ഞു വെച്ചാൽ എനിക്കിപ്പം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്, സേഫ് ആണ്. ആള് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അമേസിങ് റിസൾട്ട്. 20 വർഷത്തോളമായിട്ടുണ്ട് എന്റെ ഈ പറഞ്ഞിരിക്കുന്ന അസിഡിറ്റി പ്രശ്നം. എന്റെ ഉപ്പാക്ക് അസിഡിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു, ഫാദറിനുണ്ടായിരുന്നു അസിഡിറ്റി പ്രോബ്ലം. അദ്ദേഹത്തിന്റെ മെഡിസിൻ തന്നെയാണ് ഞാനും കഴിച്ചിരുന്നത്. അപ്പൊ എന്റെ ഇഷ്യൂ എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ റൂട്ട് കോസ് കണ്ടെത്തി എന്ന് വെച്ചാൽ എന്റെ ഉള്ളിൽ എനിക്ക് ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ട്രോമാറ്റിക് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. അതായത് എന്റെ സിബ്ലിങ്സ് എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, എന്റെ കയ്യിലേക്ക് ഭക്ഷണം ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വായിലേക്ക് ഫുഡ് കൊണ്ടുപോകുന്ന രീതിയിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ഇവരത് വെച്ചിട്ട് ഇങ്ങനെ എന്നെ പരിഹസിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര പ്രശ്നമായി. ഇതാണ് ഇഷ്യൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് ഇഷ്യൂ എടുത്തിട്ട് ഞാൻ ഹീൽ ചെയ്തു. അത് ഹീൽ ചെയ്തതോട് കൂടിയിട്ട് ആ ഒരു പെയിനും ആ ഒരു സങ്കടവും വിഷമങ്ങളും എല്ലാം പോയി. അതുമായി ബന്ധപ്പെട്ടുള്ള ട്രോമ, ഇമോഷൻസ് എല്ലാം പോയി. അത് പോയതോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു വെച്ചാൽ ഈ ഒരു ഗ്യാസ്, ഈ പറഞ്ഞിരിക്കുന്ന അസിഡിറ്റിയുടെ പ്രശ്നം മാറിപ്പോയി. ഇത് മാത്രമല്ല, അന്ന് അതിന്റെ കൂടെ തന്നെ ഭക്ഷണം കഴിക്കാൻ ഈ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് വെച്ചാൽ നേരത്തിന് ഭക്ഷണം കഴിക്കാൻ മടിയാണ് എനിക്ക്. കാരണം മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചിട്ട് നേരത്തിന് ഭക്ഷണം കഴിക്കാൻ മടിയായതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വൈകിപ്പിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കും. അങ്ങനെയാണ് അപ്പൊ അതിലേക്ക് അവർ ഒരു സാധനം കൂടി ഇട്ട് തന്നു. എന്ത്? നേരത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അസുഖം വരും, ഗ്യാസ് വരും, ഗ്യാസ് വരും, അസുഖം വരും, അസുഖം വരും, അസുഖം വരും. ഈ സാധനമായിരുന്നു എന്റെ പ്രോഗ്രാമിംഗ്. ഈ പ്രോഗ്രാമിംഗ്, ഈ ഒരൊറ്റ ടാപ്പിംഗ്, 40 മിനിറ്റിന്റെ ടാപ്പിങ്ങോട് കൂടി ഒറ്റ ടാപ്പിംഗിൽ എന്ത് ചെയ്യാണ്, അത് പൊട്ടിച്ചു കളയണം. അത് പൊട്ടിച്ചു കളഞ്ഞോട് കൂടി വെച്ചാൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് ഗ്യാസിന്റെ പ്രശ്നം വന്നിട്ടില്ല. എനിക്കിപ്പോ ഏത് സമയത്തും കഴിക്കാം, എത്ര നേരം വേണമെങ്കിലും പട്ടിണി കിടക്കാം, ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാം, എന്തും ചെയ്യാം, എന്തും കഴിക്കാം, പൊരിച്ചത് കഴിക്കാം, ലൈക്കിനോ അത് ഇതേപോലെ പ്രോഗ്രാമിലേക്ക് കിടക്കുന്നതായിരുന്നു. സോ ട്രോമാസിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അതിനാണ് നിങ്ങൾ കോഴ്സിലേക്ക് വരും. കോഴ്സിലേക്ക് വന്നിട്ടെന്ന് വെച്ചാൽ നമുക്ക് അതിന് ഒരുപാട് പ്രോസസ്സുകളുണ്ട്. ട്രോമ ട്രിഗർ ചെയ്യുന്ന ട്രിഗറിംഗ് ഫാക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണം. അതേപോലെ നിങ്ങളുടെ മെമ്മറീസിലേക്ക് ചേസിങ് ദ പെയിൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മെമ്മറിയിലേക്ക് നിങ്ങൾ പോയിട്ട് എന്താ വെച്ചാൽ ആ മെമ്മറീസ് നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ആയി വരും. നിങ്ങൾ EFT ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് പിന്നീട് എന്താ വെച്ചാൽ ഓരോ മെമ്മറീസ് കയറി വരും. ഭയങ്കര രസമാണ്. എന്റെ ഫ്രണ്ട്, ഞാൻ ഇവിടെ നമ്മുടെ തന്നെ ടീം മെമ്പർ ആയിട്ടുള്ള ഒരാളെന്ന് വെച്ചാൽ ഇതേപോലെ സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്ന ഒരാളാണ്. ഭയങ്കര സ്റ്റേജ് ഫിയർ ആണ്. ഈ സ്റ്റേജ് ഫിയറിനെ കുറിച്ച് സംസാരിച്ച് നമ്മൾ എന്താ വെച്ചാൽ ട്രോമ ഹീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇയാൾ ഹീൽ ചെയ്ത് ഒറ്റടിക്ക് ഇയാൾ എന്താ വെച്ചാൽ ഒരു മെമ്മറിയിലേക്ക് അങ്ങ് പോകും. അത് നമുക്കിപ്പോൾ ഉള്ള ഒരു പ്രയാസം നമ്മൾ എടുക്കുമ്പോൾ, ഇപ്പൊ നിങ്ങൾ അസിഡിറ്റി എടുത്തു പിടിക്കുള്ളൂ. നിങ്ങൾ എന്നോട് ചോദിച്ചില്ല എങ്ങനെയാണ് അതിലേക്ക് എത്തുക, ട്രോമയിലേക്ക് പോവാം, റൂട്ട് കോസിലേക്ക്. സിമ്പിൾ ഒരു മെത്തേഡ് പറഞ്ഞുതരാം. പല മെത്തേഡുകളുണ്ട്, പല ഇഷ്യൂസിനും പല രീതിയിലാണ് പോകേണ്ടത്. എല്ലാം ഒരേ രീതിയിൽ പോയിക്കൊള്ളാം എന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഡെപ്തിൽ ഇത് പഠിക്കണം. ഓരോ മെത്തേഡുകളും നമ്മൾ ഉപയോഗിക്കണം. അതിലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ എന്താ വെച്ചാൽ ആ ഇഷ്യൂസിനെ കുറിച്ച്, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ ടാപ്പ് ചെയ്താൽ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, നമുക്കൊരു മെമ്മറി അങ്ങോട്ട് ഓർമ്മയിലേക്ക് വരും. എവിടെ നിന്നാണെന്ന് അറിയില്ല. ചിലപ്പോൾ പെട്ടെന്ന് നമ്മളങ്ങ് കരഞ്ഞു പോകും. ചിലപ്പോൾ പെട്ടെന്ന് നമ്മളെന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു വിഷമാവസ്ഥയിലേക്കും പ്രയാസത്തിലേക്കും പോകും. ചിലപ്പോൾ നല്ലൊരു ബോഡി പെയിനും ബോഡിയിൽ വരും. അപ്പൊ പെയിനാണ് വരുന്നതെങ്കിൽ ആ പെയിനിലൂടെ കടന്നു പോയിട്ട് ഏത് മെമ്മറിയിലേക്ക് പോയെന്ന് ചോദിച്ചാൽ മതി. സ്വയം ചോദിക്കുക, ഏത് മെമ്മറി മനസ്സിലേക്ക് വരുന്നു. അപ്പൊ ഒരു മെമ്മറി കിട്ടും. ആ മെമ്മറിയാണ് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട്. ബിക്കോസ് ഇറ്റ് ഇസ് ഓൾ കണക്റ്റഡ്. അപ്പൊ എന്റെ ഒരു ആളെന്താ വെച്ചാൽ നമ്മൾ ചേസിങ് ദ പെയിന് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു രീതിയിൽ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്തപ്പോഴേക്കും ഇയാൾ കരഞ്ഞിട്ട് എന്താ വെച്ചാൽ കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കരച്ചിലല്ല, കൈ വിട്ടുപോയി. ആളുടെ 10-35 വയസ്സാണ്. ആള് ശരിക്കും കൈ വിട്ടുപോയി, ശരിക്കും കുഞ്ഞുകുട്ടി കരയുന്ന പോലെ കരയണം. അപ്പൊ എവിടെയാണ് സംഗതി? ചെറുപ്പത്തിൽ 5 വയസ്സായിരുന്ന സമയത്ത് ആ കുഞ്ഞുകുട്ടി കരഞ്ഞ അതേ കരച്ചിൽ ഒറ്റയടിക്ക് ഇങ്ങോട്ട് വന്നു. അപ്പൊ കരയുന്നത് ഇപ്പോഴുള്ള 35 വയസ്സുകാരനല്ല, അന്നത്തെ കുഞ്ഞുകുട്ടിയാണ് കരയുന്നത്. പക്ഷെ ബോഡി ഇപ്പൊ 35 വയസ്സുള്ള ആളുടെയാണ്, ഇവിടെ കരയാണ്. അപ്പൊ ആളെന്താ വെച്ചാൽ നമ്മളെന്താ വെച്ചാൽ ടാപ്പ് ചെയ്ത് ആ മെമ്മറി എടുത്തിട്ട് അത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് ആ മെമ്മറിയിൽ ഒന്നുമില്ല, അതുമായി ബന്ധപ്പെട്ട ഇമോഷൻസ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ചെയ്തു. ആ മെമ്മറി മാത്രമാക്കി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെമ്മറിയിൽ നിന്ന് ഇമോഷൻസ് സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് കളഞ്ഞ് ക്ലിയർ ചെയ്തതോടുകൂടി എന്താ സംഭവിച്ചത്? ആള് ഫ്രീ ആയി. ആൾ 100% ഫ്രീ ആയിട്ടെന്ന് വെച്ചാൽ ആ മെമ്മറിയിൽ നിന്ന് ഫ്രീ ആയി. ആൾ ഓക്കെ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം, 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ ഒരു തെറാപ്പി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2 ദിവസം നല്ല പനിയായിരുന്നു കേട്ടോ ആൾക്ക്. ഇതാണ് ഹീലിംഗിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നുകിൽ പനി വരും, അല്ലെങ്കിൽ ബോഡി പെയിൻ വരും, അതല്ലെങ്കിൽ തലവേദന വരും, ജലദോഷം വരും, അതല്ലെങ്കിൽ എന്താ വെച്ചാൽ കുറച്ച് ഡൗൺ ആവും, ക്ഷീണം വരും, വല്ലാത്ത ടയർഡ്നെസ് വരിക. അതും അല്ലെങ്കിൽ എന്താ വെച്ചാൽ ലൂസ് മോഷൻ സംഭവിക്കും,
ചിലർക്ക് ഛർദിക്കും ചിലർ. ഇതെന്താണ്? ആ ടോക്സിൻസ് ബോഡി പുറത്ത് തള്ളുന്നതിന്റെ ഭാഗമാണ്. ബോഡിയിലുള്ള വിഷാംശം അല്ലെങ്കിൽ ആ ബോഡിയിലുള്ള നെഗറ്റീവ് ചാർജ് മൂലം ഉണ്ടായിട്ടുള്ള ടോക്സിൻസ് ഉണ്ട്. അത് ഹീലിംഗ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു സൈഡ് എഫക്ട്സ് ആണ്. ഇത് ഇങ്ങനെ സംഭവിക്കും. അത് കംപ്ലീറ്റ്ലി ഹീൽ ചെയ്ത് ക്ലിയർ ആയിട്ട് വരും. അങ്ങനെ ഇയാൾക്ക് എന്താ വെച്ചാൽ 2 ദിവസം നല്ല പനി വന്നു, പനിച്ച് കിടന്നതിന് ശേഷം 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ സംസാരിച്ച് ഓക്കെ, എല്ലാം ഓക്കെ ആയി. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ടീം മെമ്പർ തന്നെയാണ്. അപ്പോൾ ആള് പ്രോഗ്രാമിൽ ഇരിക്കുന്ന സമയത്ത് ആൾക്ക് വേറെ മെമ്മറി ട്രിഗർ ചെയ്തു. ഈ ഹീലിംഗ് തുടങ്ങി കഴിഞ്ഞാൽ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളുടെ എങ്ങനെ ഹീലിംഗിലേക്ക് ഓരോ സംഗതികൾ ഇങ്ങനെ സർഫേസ് ചെയ്ത് വരാൻ തുടങ്ങും. അത് നമുക്ക് അഡ്രസ് ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും നമുക്ക് പറ്റും. അതിനെക്കുറിച്ച് അവെയർ ആകാൻ പറ്റും. നമ്മളുടെ പ്രോബ്ലത്തെ കുറിച്ച് നമ്മൾ ഓരോ പ്രോബ്ലം ഇതാണ് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. അതായത് നമുക്ക് ഓരോ ഇഷ്യൂസും നമ്മൾക്ക് കൂടുതൽ കണക്ട് ആയി അതിന്റെ റൂട്ട് കോസ് മനസ്സിലായി, ഇഷ്യൂസ് മനസ്സിലായി. പിന്നെ ഇരിക്കുക, ഹീൽ ചെയ്യുക, ടാപ്പ് ചെയ്യുക. ജസ്റ്റ് ഓരോന്നും എടുത്തിട്ട് ഹീൽ ചെയ്ത് ടാപ്പ് ചെയ്ത് ഓരോന്നും പൊട്ടിച്ച് കളയുക, ക്ലിയർ ചെയ്ത് കളയുക. ആൻഡ് പൂർണ്ണമായിട്ട് ക്ലിയർ ചെയ്ത് കളഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഓരോന്നിലേക്ക് ഫ്രീ ആയിട്ട് വരും. ഇനി അത് മാത്രമല്ല, അതിന് ഫ്രീ ആയി വിചാരിച്ചിട്ട് നമ്മുടെ ലൈഫിലെ ട്രോമകളോ പ്രശ്നങ്ങളോ തീരുന്നില്ല. വീണ്ടും നമ്മുടെ ഫ്യൂച്ചറിലും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ പല പ്രശ്നങ്ങളും ചിലപ്പോൾ വന്നേക്കാം. അതിന്റെ അളവ് കുറയും. അത് മാത്രമല്ല, നമുക്ക് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ ഹീൽ ചെയ്യാതെ വിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എന്നും വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കും. സോ വാട്ട് ഐ വാണ്ട് യു ടു ഡു ഈസ് ലൈക്ക് നിങ്ങൾ എന്താ വെച്ചാൽ ജസ്റ്റ് ഹീൽ ചെയ്യണം. എങ്ങനെയാണ് അവയർനെസ് ആവുന്നത്? ഹാഫിസ് പറഞ്ഞു EFT 2 വർഷം മുൻപ് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. ഷാഫി സാറിന്റെ ക്ലാസ്സിലൂടെ എനിക്ക് കൂടുതൽ ക്ലാരിറ്റി ലഭിച്ചു. ഇപ്പോൾ കൂടുതൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വെരി ഗുഡ് ഹാഫിസ്. നമ്മുടെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള EFT ക്ലാസ്സുകളോ കോച്ചിങ്ങളോ പോലെയല്ല. നമ്മൾ ഡെപ്തിലേക്ക് പോകും. റൂട്ട് കോസ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതും സ്പെസിഫിക്കലി എങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺസ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഓവറോൾ എന്റെ 10 ഇയേഴ്സിന്റെ റിസർച്ചിന്റെ മറ്റുള്ള സൈക്കോളജി അല്ലെങ്കിൽ സംഗതികൾ മേഖലകളിലെ എല്ലാ റിസർച്ചിന്റെയും നോളജ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അതാണെന്ന് വെച്ചാൽ പങ്കെടുത്ത ആൾക്കാർ പറയുന്നത് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്, കുറച്ചുകൂടെ വ്യക്തത മനസ്സിലാവുന്നു, കുറച്ചുകൂടെ ക്ലിയർ ആകുന്നു എന്ന് പറയുന്നത്. ആൻഡ് ഐ ആം വെരി ബ്ലെസ്ഡ് ടു ഹിയർ ദാറ്റ്. അത് കേൾക്കാൻ എന്ന് വെച്ചാൽ വലിയ സന്തോഷമുണ്ട്. കാരണം പലപ്പോഴും എന്ന് വെച്ചാൽ ആൾക്കാർക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ല ക്ലാരിറ്റിയിൽ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാക്കി കൊടുത്താൽ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ വെരി ഗുഡ് വേ. നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തുകൊണ്ട് ആ റിലേഷൻഷിപ്പ് ആങ്സൈറ്റി ഇഷ്യൂ എന്തുകൊണ്ട് വരുന്നു, അവോയ്ഡൻസ് ഇഷ്യൂ എന്തുകൊണ്ട് വരുന്നു, ഇത് രണ്ടും കൂടി മിക്സ് ആയി വരുമ്പോൾ ഡിസോർഗനൈസ്ഡ് ഇഷ്യൂസ് എങ്ങനെ വരുന്നു? ഇതിന്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അത് ഇനി എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിൽ ഇത് മനസ്സിലാക്കി തരാനുള്ള ഒരു എബിലിറ്റി വേണം ആസ് എ കോച്ച്. അത് എനിക്ക് ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവേണ്ട ഒരു ക്ലാരിറ്റിയാണ്. ആ ക്ലാരിറ്റി സ്പെസിഫിക് ആയിട്ട് കിട്ടുമ്പോൾ നിങ്ങളുടെ ഇഷ്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന വെച്ചാൽ പ്രോഗ്രാമിലേക്ക് വരൂ. ഐ വിൽ ഗിവ് യു ദ ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി. വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്, വാട്ട് ഈസ് ഹാപ്പനിങ് ടു യു, നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്, ആൻഡ് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്, എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു, അതെങ്ങനെ ക്ലിയർ ചെയ്യാം. അത് സിമ്പിൾ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ലോജിക്കലി നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റ് ആണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ആ ലെവലിലേക്ക് നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് വരും. അതിന്റെ മെസ്സേജ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കാം. 8086880775 എന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് വിളിക്കാം. വിളിച്ചിട്ട് നിങ്ങൾ എന്ത് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ആഫീസ്, താങ്ക് യു സോ മച്ച് ഫോർ ദ ഫീഡ്ബാക്ക്. ഓൾറെഡി നമ്മൾ അതെങ്ങനെ അവയർനെസ് ആവുന്നത് അല്ലെ? എങ്ങനെയാണ് അവയർനെസ് ആവുന്നത്? സാറാണ് തെറാപ്പി പ്രാക്ടീസ് ചെയ്ത് തരുന്നത്. ജസ്റ്റില്ല, തീർച്ചയായിട്ടും ഞാനും എന്റെ ടീമുമാണ് തരുന്നത്. ഞാനും ഉണ്ടാവും, നിങ്ങൾ ടീമും ഉണ്ടാവും. ഞാനും നിങ്ങൾക്ക് നേരിട്ട് ഗ്രൂപ്പ് തെറാപ്പിയിൽ വരുന്നുണ്ടാവും. അതേപോലെ തന്നെ എന്താ വെച്ചാൽ ഇൻഡിവിജ്വൽ തെറാപ്പീസിൽ ഞാനും ഇടയ്ക്ക് നിങ്ങൾക്ക് വരും. കാരണം നിങ്ങൾക്ക് ഇഷ്യൂസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം വർക്കിലൂടെ നമുക്കിത് പോസിബിൾ ആണ്. കാരണം ഒരുപാട് പേരുള്ളതല്ലേ, ടീം വർക്കിലൂടെയാണ്. അപ്പോൾ ഞാനും നിങ്ങൾക്ക് ഉണ്ടാകും, നമ്മുടെ ടീം മെമ്പേഴ്സും ഉണ്ടാകും, എല്ലാവരും ഉണ്ടാവും. സോ ഇറ്റ്സ് എ ടീം വർക്ക് ആൻഡ് വി ക്യാൻ ക്ലാരിഫൈ എവറിത്തിങ്. അതെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ വെച്ചാൽ EFTയിലേക്ക് വരിക, മൈൻഡ് റീപ്രോഗ്രാമിങ് നിങ്ങൾക്ക് ചെയ്യാം വളരെ ഫാസ്റ്റായി. ഇത് കോച്ചുമാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ട്രെയിനർമാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളിത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇതിലൊക്കെ നിങ്ങൾക്ക് ശരിക്കും എന്താ വെച്ചാൽ നിങ്ങളുടെ ക്ലയൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ശരിക്കും. അപ്പൊ അത്തരത്തിലൊരു അറിവായിട്ടും കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ ആ ലെവലിലേക്ക് നിങ്ങൾക്ക് എന്താ വെച്ചാൽ നല്ല രീതിയിലേക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ക്ലാരിറ്റി കൂടും. ഞാൻ ഒരു ട്രെയിനറായിട്ട് ഏറ്റവും കൂടുതൽ എന്നെ ഹീൽ ചെയ്യാൻ സഹായിച്ചിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് സെൽഫ് ഹീലിംഗ്. പല ട്രെയിനർമാർക്കും ഉള്ള ഒരു പ്രശ്നമാണ് വെച്ചാൽ, കോച്ചുമാർക്കുള്ള പ്രശ്നമാണ് സെൽഫ് ഹീലിംഗ്. അവർക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. ഈ സെൽഫ് ഹീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉഷാറായിട്ട് ക്ലിയർ ആയിട്ട് വരും. അമീർ ഷാബി പറയുന്നു,
ഒരുപാട് മനസ്സിലാക്കി മാറ്റങ്ങൾ വരുന്നു. EFT കഴിഞ്ഞ് വന്ന് പനി പിടിച്ച് കുറവുണ്ട്. വെരി ഗുഡ്. അമീർ ഷാബി എങ്ങനെയുണ്ട്? അമീർ ഷാബി എങ്ങനെ ഉണ്ടായിരുന്നു ലൈക്ക് എക്സ്പീരിയൻസ്? നമ്മുടെ കാലിക്കറ്റ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എല്ലാവരും ഒന്ന് എന്ത് ചെയ്യുക, ഫീഡ്ബാക്ക് ഷെയർ ചെയ്യട്ടോ. ഉള്ള ആൾക്കാരുണ്ടാവും, വന്ന ആൾക്കാരുണ്ടാവും, ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. അമീർ ഷാബി എങ്ങനെ ഉണ്ടായിരുന്നു? പനിയൊക്കെ പിടിച്ചു അല്ലേ? പനി പിടിക്കണമല്ലോ, എന്നിട്ടാണ് ക്ലിയർ ആയിട്ട് വരിക. അപ്പോ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അത് തലവേദന, ബോഡി പെയിൻ, പല സംഗതികൾ ഉണ്ടാവും, അതൊക്കെ വരും. അത് ഇനി വന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട. കാരണം നിങ്ങൾക്ക് അത്ര ഇന്റൻസിറ്റി അതിനുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ എടുത്ത് ഹീൽ ചെയ്തിട്ടുള്ള ഇഷ്യൂസിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചിരിക്കും ബോഡിയുടെ റിയാക്ഷൻ, എത്ര കണ്ട് ടോക്സിൻസ് അത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ നിങ്ങളുടെ സ്റ്റേജ് ഫിയർ മാറ്റാൻ EFT ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ അഡിക്ഷൻസ് മാറ്റാൻ EFT ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എന്താ വെച്ചാൽ ഇന്ന് എനിക്ക് ഇനി 7:30 നമ്മുടെ EFT കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള തെറാപ്പി സെഷൻ ഉണ്ട്. അത് ഞാൻ തന്നെ നേരിട്ട് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വരാം. അപ്പം EFT കഴിഞ്ഞു, എനിക്ക് നല്ല ക്ഷീണവും ഹെഡേക്കും ഉണ്ടായിരുന്നു. യെസ് സുവൈന, സുവൈന എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറ്റുമോ? സുവൈന നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ക്യാൻ യു അൺമ്യൂട്ട് ആൻഡ് ടെൽ? കമർജാന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു. ഒരുപാട് പേർക്ക് പല 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 രീതിയിലുള്ള റിസൾട്ട് ഉണ്ട്. കാരണം ഒരുപാട് പേര് കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യാൻ പറയുന്നത്. ഹലോ, ഇസ് ദർ എനിവൺ ഹു വുഡ് ലവ് ടു ഷെയർ ദർ ഫീഡ്ബാക്ക്? ഇപ്പൊ EFTയിൽ സംഭവിക്കുന്ന കാര്യം ഇതാണ്. EFT എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തെറാപ്പി ടെക്നിക്കാണ്. ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ടാപ്പിങ്ങിലൂടെയാണ്. ജസ്റ്റ് നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് എനർജി പോയിന്റ്സുകളിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏത് സ്ട്രെസ് ആണോ നമുക്കുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരികയും അത് ലെറ്റ് ഗോ ചെയ്യാനും അതിനെ അക്സെപ്റ്റ് ചെയ്യാനും അത് ലെറ്റ് ഗോ ചെയ്യാനും ഡിസോസിയേറ്റ് ചെയ്യാനുമുള്ള ചില പ്രോസസ്സുകളിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ട്രോമ ഹീൽ ചെയ്യപ്പെടുകയും മെമ്മറിയിൽ നിന്ന് ആ ഒരു ഇമോഷണൽ ബ്ലോക്ക് റിമൂവ് ചെയ്യുകയും അതിന്റെ പെയിൻ റിമൂവ് ചെയ്യുകയും സെപ്പറേറ്റ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ്ലി ഫ്രീ ആകുന്നു. ഫ്രീ ആയിട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ജുവേന പറയുന്നു ഇന്ന് ഞാൻ EFT ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഹായ്, സുഷേക്ക് ചോദിച്ചോളൂ. ഓക്കെ, എനിക്കിപ്പോ വായിൽ പുണ്ണ് വന്നിട്ടുണ്ട് സംസാരിക്കാൻ. ഓക്കെ, EFT ചെയ്യണം കേട്ടോ. ജുവൈൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വായിൽ പുണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ EFT ചെയ്യണം. EFT ജസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യാം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ജുബൈനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്ത് സ്ട്രെസ് ആണ് ബോഡിയിലുള്ളത്, ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടാകും. ആ ടെൻഷനാണ് ഇപ്പൊ അത് കൊണ്ടു തന്നത്. റീസെന്റ്ലി 2 ദിവസം കൊണ്ട് വായിൽ പുണ്ണ് വന്നത് എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ ഹീലിംഗിന്റെ ഭാഗമായിരിക്കാം, ചിലപ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻസ് ഈ 2 ദിവസത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടാവും. 2-3 ദിവസത്തിനിടയിൽ ജുവനിക്ക് അതുണ്ട് എങ്കിൽ അത് എടുത്തിട്ട് എന്താ വെച്ചാൽ ആ ഇഷ്യൂ എടുത്തിട്ട് എന്താ വെച്ചാൽ ഹീൽ ചെയ്യാം. യെസ്, ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ഇഷ്യൂ ആണ് ഈ പുണ്ണിന് കാരണം. അപ്പൊ ആ ഇഷ്യൂ ഇതിനു മുൻപ് കുറെ കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പല്ലുവേദന മാറുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ബോഡി പെയിനിലെ പല സംഗതികൾക്കും പല അസുഖങ്ങൾക്കും മാറാനുള്ള മരുന്നാണ്. എന്ന് വെച്ചാൽ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മുടെ സ്ട്രെസ് ആണ് നമുക്കിത് ട്രിഗർ ചെയ്ത് തരുന്നത്. ഫിസിക്കലി നിങ്ങളെ പല്ലിന് കേടുണ്ടെങ്കിൽ അത് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്, അത് വേറെ കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു വിധം ഇഷ്യൂസ് എല്ലാം ചിലപ്പോ അലർജികൾ ഉണ്ടാകുന്നു. പൊടി തട്ടിയ അലർജി അല്ലെ ചിലർക്ക്, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാറ്റാം. പൊടി തട്ടിയ അലർജി, അല്ലെങ്കിൽ എന്താ വെച്ചാല് AC തട്ടി കഴിഞ്ഞാൽ അലർജി, വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കാൻ പറ്റില്ല, അല്ലെ, മോഷൻ സിക്നസ് ഉള്ള ആൾക്കാരുണ്ട്. സോ എല്ലാ പ്രോബ്ലംസും നമുക്ക് മാറ്റിയെടുക്കാം. കം ആൻഡ് ജോയിൻ. എന്നിട്ട് പ്രോഗ്രാമിലേക്ക് എന്തെങ്കിലും വരാം കേട്ടോ. ഇന്ന് രജിസ്റ്റർ ചെയ്യുക. 20-ാം തീയതിയാണ് പ്രോഗ്രാംസ് തുടങ്ങുന്നത്. പല്ലുവേദന മാറും സുമീറയ്ക്ക്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് എന്തുണ്ടാകുന്നത് സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഒരു കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ. ഇപ്പൊ എന്റെ ഫ്രണ്ടിന് ഞാൻ പറഞ്ഞില്ല, കൈയിന്റെ വേദന മാറും. കൈയിന്റെ വേദന എന്താ വെച്ചാൽ ബോഡി പെയിൻ എങ്ങനെ മാറിയത്? എത്രയോ ആൾക്കാർക്ക് കാൽവേദന, കാൽമുട്ടുവേദന, ഈ പറഞ്ഞിരിക്കുന്ന തൊടയുടെ ഈ ഭാഗത്തുള്ള വേദന, ബാക്ക് പെയിൻ, ലോവർ ബാക്ക് പെയിൻ, ഡിസ്കിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. പല ഇഷ്യൂസും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ട്രോമ ഹീൽ ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കയ്യിന് വേദന ഉണ്ടായിട്ട് മാറി എന്ന് പറഞ്ഞത്, ആളുടെ അതിന്റെ യഥാർത്ഥ കാരണം ആളുടെ ഫാദർ കൊടുത്ത ട്രോമയാണ്. ആളുടെ ഫാദർ ചെറുപ്പത്തിൽ എന്താ വെച്ചാൽ അദ്ദേഹത്തെ നന്നായിട്ട് ഷൗട്ട് ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്തു. ചെറിയ തെറ്റുകൾക്ക് വരെ പണിഷ്മെന്റ് കൊടുക്കും, വടിയെടുത്തിട്ട് അടിക്കും.
വടി മാത്രമല്ല, അയാളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് അടിക്കും. അപ്പൊ അങ്ങനെ ആ അടിച്ച ഒരു ഇൻസിഡന്റ് എടുത്തിട്ട് നമ്മൾ ഹീൽ ചെയ്ത് തെറാപ്പി ചെയ്തു. ആ സ്പെസിഫിക് മെമ്മറി എടുത്തിട്ട് ഹീൽ ചെയ്ത് തെറാപ്പി ചെയ്തപ്പോൾ ആള് ഫ്രീ ആയി, അതിൽ നിന്ന് ഫ്രീ ആയി, ആൾ ഓക്കെ ആയി, ആൾക്ക് എന്തായി, ഈ പെയിന് മാറി. പ്രോബ്ലം നമ്മുടെ ട്രോമയാണ്. നിങ്ങളുടെ ഈ പല്ലുവേദന വരുന്ന, അല്ലെങ്കിൽ ബോഡി പെയിൻ വരുന്ന, ഹെഡേക്ക് വരുന്ന, മൈഗ്രെയിൻ എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇത് ഹീൽ ചെയ്ത് കളയാൻ പറ്റും. എത്ര മരുന്ന് കുടിച്ചാലും മാറാത്ത, ഒരുപാട് മരുന്ന് കുടിച്ചിട്ട് ബാക്കിയുള്ള അസുഖങ്ങൾ, അവയവങ്ങൾ അടിച്ചു പോകുന്നതിന് പകരം മരുന്നില്ലാത്തൊരു ജീവിതം, മരുന്ന് കഴിക്കാത്തൊരു ജീവിതം, ഹോസ്പിറ്റലുകളിൽ വിസിറ്റ് ചെയ്യേണ്ടാത്തൊരു ജീവിതം, അത് നമുക്ക് പോസിബിൾ ആക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ അസുഖങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാം. 99% അസുഖങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന സൈക്കോസൊമാറ്റിക് ആണെന്ന് പറയുന്നത്. അതായത് സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള അസുഖങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? മനോജന്യ രോഗങ്ങളെല്ലാം, അതായത് നമ്മുടെ അസുഖങ്ങളുടെ കാരണം നമുക്ക് അറിയില്ല, എത്ര മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല. അപ്പൊ അധിക അസുഖങ്ങളുടെ കാരണം എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന, ഇപ്പൊ നിങ്ങളുടെ ഷുഗറിന്റെ പ്രശ്നം, ഷുഗർ ഉണ്ടോ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ, അസിഡിറ്റി പ്രശ്നങ്ങളുണ്ടോ, മറ്റുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടോ, പ്രഷറിന്റെ പ്രശ്നങ്ങളുണ്ടോ, നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്ത് ഇതെല്ലാം നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരികയും ഇതെല്ലാം ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പറ്റും. സോ ഒറ്റ കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ ടൈം ആയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യാൻ വരിക, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ ഹീൽ ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിൻ മെത്തേഡുകൾ, സംഗതികളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഡിസ്കിന്റെ പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ എനിക്ക് ജോബ് ചെയ്യാനാവാത്ത അവസ്ഥയാണ്. അപ്പൊ അത് മാറ്റിയെടുക്കാൻ നമുക്ക് കേട്ടോ. കാലുകൾക്ക് ബലക്കുറവാണ്. ഈ ക്ലാസ്സിൽ വരാൻ ഞാൻ ജോബ് കണ്ടെത്തുകയാണ്. യെസ്, എന്തായാലും വരൂ, ക്ലാസ്സിലേക്ക് വരൂ. ജോബ് കണ്ടെത്തേണ്ട, നിങ്ങൾ ആ ക്ലാസ്സിൽ ഇരിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യൂ കേട്ടോ. ക്ലാസ്സിൽ ഇരിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യൂ. അതിന് വേണ്ടിയിട്ടുള്ള പണം വരും നിങ്ങളുടെ കയ്യിലേക്ക്. അതിന് വേണ്ടിയിട്ടുള്ള സമയം, എല്ലാ സൗകര്യങ്ങളും സെറ്റ് ആയിട്ട് വരും. നിങ്ങൾ പ്രോഗ്രാമിലേക്ക് വരും, നിങ്ങൾ ഹീൽ ചെയ്യും. ആൻഡ് ഐ വാണ്ട് ടു ഹെൽപ്പ് യു ടു ഹീൽ വിത്ത് ദാറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നിങ്ങളുടെ റൂട്ട് കോസ് കണ്ടെത്തി ഹീൽ ചെയ്യാൻ, ക്ലിയർ ചെയ്യാൻ കേട്ടോ. അമേസിംഗ് സെഷൻ ആണെന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച് അനിത. താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ ജോയിനിങ്. ഇന്നത്തെ സെഷനോട് അവസാനിക്കുന്നു. അടുത്ത ഹീലിംഗിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് എല്ലാ ആഴ്ചയിലും 3 ദിവസം സ്പെഷ്യൽ ഹീലിംഗ് കൊടുക്കുന്നുണ്ട്, അവരുടെ എനർജി തിരിച്ചു പിടിക്കാൻ വേണ്ടി. അതിലേക്ക് കിടക്കുകയാണ്. നിങ്ങളും അതിലേക്ക് വരിക. എല്ലാ ദിവസവും സ്പെഷ്യൽ ഹീലിംഗ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു. കോഴ്സ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ 10 ദിവസം, നമ്മളുടെ 10 ദിവസത്തെ ലൈവ് ട്രെയിനിങ് ഉണ്ടാവും. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കാണ് ക്ലാസ് 7:30ക്കാണ് ക്ലാസ് നടക്കുന്നത്. 9:30 വരെ ഉണ്ടാവും. അതേപോലെ തന്നെ എന്താ വെച്ചാൽ അത് കഴിഞ്ഞ 30 ദിവസം നിങ്ങൾക്കൊരു തെറാപ്പിസ്റ്റിനെ വെച്ചിട്ട് വെച്ചാൽ ഹീലിംഗ് ഉണ്ടാവും. ഇതിന് പുറമെ മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ ഇന്നാണ് നിങ്ങൾക്ക് ഓഫർ ലഭിക്കുന്ന ദിവസം. 10,000 rupees ആണ് കോഴ്സ് ഫീ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി. മിനിമം ഒരു 500 rupees എങ്കിലും പേ ചെയ്തിട്ട് എന്ത് ചെയ്യാം, കോഴ്സിന്റെ സീറ്റ് ഇന്ന് ബുക്ക് ചെയ്യാം. ദാറ്റ്സ് വാട്ട് യു ഷുഡ് ഡു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓഫർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ 20-ാം തീയതിക്കുള്ളിൽ ബാക്കി പേയ്മെന്റ് അടച്ചാൽ മതി. 20-ാം തീയതിയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 20 മുതൽ 10 ദിവസത്തെ ലൈവ് കോച്ചിങ്ങും സൂമിലൂടെയുള്ള ക്ലാസ്സും പ്ലസ് സൂമിലൂടെ തന്നെ നിങ്ങൾക്ക് വെച്ചാൽ ഹീലിംഗ് തെറാപ്പിയും, പിന്നെ നമ്മളുടെ ഈ പറഞ്ഞ സ്പെഷ്യൽ കമ്മ്യൂണിറ്റിയിൽ എല്ലാ 3 ദിവസവും കുടുംബം തരുന്ന ഹീലിംഗ് തരുന്ന സ്പെഷ്യൽ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് മെമ്പർ ആകാൻ പറ്റും. സോ എല്ലാ ദിവസവും എല്ലാ 3 ദിവസവും 7:30 നമ്മൾ എന്ന് വെച്ചാൽ ഹീലിംഗ് കൊടുക്കും. സോ ദാറ്റ് ഈസ് എ ഗ്രേറ്റ് കമ്മ്യൂണിറ്റി. പിന്നെ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഗോളുകൾ സെറ്റ് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. ഒരുപാട് കോച്ചിങ്സുകളും കാര്യങ്ങളും ക്ലാരിറ്റിയും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ലൈഫ് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആഫീസ് പറയുന്നു EFT എല്ലാവരും പഠിക്കണേ എന്നാണ് പറയുന്നത്. അതാണ് പഠിച്ച ആൾക്കാർക്കാണ് പറയാനുള്ളത്. നിങ്ങൾ എല്ലാവരും പഠിക്കണേ എന്നാണ് പറയാനുള്ളത്. വരിക, ജോയിൻ ചെയ്യുക, ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതിന്റെ അറിവ് പകർന്നു കൊടുക്കുക. ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് അയച്ചു കൊടുക്കുക. പ്രശ്നങ്ങളുടെ, പ്രയാസങ്ങളിലൂടെ, അസുഖങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ലെറ്റ് ദം നോ ദ ടൂൾ. മാജിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്, ഹോപ്പ് ഉണ്ട്, വഴിയുണ്ട്, പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ വാങ്ങേണ്ട. പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും അസുഖങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ അറുതി വരുത്തിയിട്ട് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. ലെറ്റ്സ് ഹെൽപ്പ് ഈച്ച് അതർ ഗ്രോ ടുഗദർ ആൻഡ് ടേൺ അവർ. ഇനി ബിസിനസ്സുകാർക്കും ഇത് ഉപകാരപ്പെടും കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് സെഷൻ ആൻഡ് ജോയിൻ ദ ഹീലിംഗ് സെഷൻ. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.